ചേച്ചി BMW മാനിഫെസ്റ്റ് ചെയ്ത് വാങ്ങിയ കാര്യമൊക്കെ ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ചിരി തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ടീച്ചറമ്മ എന്നുള്ള വിളിയാണല്ലോ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കാര്യം തന്നെ. എൻ്റെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ്റെ പെർഫെക്റ്റ് ഹെൽത്ത് ആണ്. ഞാൻ കംപ്ലീറ്റ് ബെഡ് റിഡൺ ആയി കിടന്ന ഒരു വ്യക്തി 5 വർഷങ്ങൾക്ക് മുമ്പ്. ഒരു 11-11 എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലേ, കുറെ ആൾക്കാർക്ക് ഒരു ഏഞ്ചൽ നമ്പർ കറക്റ്റ് 11 ആകുമ്പോൾ നമ്മളിരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ അതിനകത്തൊക്കെ ഒരു ബിലീഫ് ഉണ്ടോ? കറന്റ്ലി കേട്ട് വരുന്ന ഒരു ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പറയുന്ന ഒരു വാക്കാണ് ഡിപ്രഷൻ. അപ്പോൾ ഈ ഒരു ബ്രേക്കപ്പ് ഇഷ്യൂയിലേക്ക് പോകുമ്പോൾ അങ്ങനെ പോകുന്ന ആൺകുട്ടികളോടും പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, ഒരാൾ നമ്മളെ അങ്ങ് ഇട്ടിട്ട് പോയാൽ തീരുന്നതാണോ നമ്മുടെ ജീവിതം? 99.99% പ്രശ്നങ്ങളുടെയും സൊല്യൂഷനാണ് പൈസ ഉണ്ടെങ്കിൽ. മനുഷ്യന് വിലയുണ്ടാകണമെങ്കിൽ കയ്യിൽ പൈസ വേണം. ആക്ച്വലി നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു കാര്യം, 24/7 ഹാപ്പിനെസ്. മനസ്സെന്ന് പറയുന്ന ആ ശക്തിയെ കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ല ഏത് അറ്റം വരെയും പോവാം. ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ, പറയുന്ന വാക്കുകളുടെ പവർ ഭയങ്കര. BMW കൂടാതെ എൻ്റെ ലൈഫിൽ ഒരു വലിയ മാനിഫെസ്റ്റേഷൻ ഓൺ ദ വേ ആണ്. റോൾ മോഡൽ ആരാ? ഞാൻ തന്നെയാണ് എൻ്റെ റോൾ മോഡൽ. ഹായ്, ഹലോ, നമസ്കാരം. ജാങ്കോ സ്പേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിണി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരുപാട് ആളുകളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ സാധിച്ചൊരു വ്യക്തി, ഒരുപാട് ആളുകൾ ട്രസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ലൈഫിൽ വലിയൊരു ഡിസിഷൻ എടുക്കുമ്പോൾ വലിയൊരു ഇൻഫ്ലുവൻസ് ആയി മാറിയിട്ടുള്ളൊരു വ്യക്തിയാണ് ലൈഫ് കോച്ച് ആയിട്ടുള്ള സുജ ആർ മോഹൻ. ചേച്ചി, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ചേച്ചിയുടെ ചിരി തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ഒരുപാട് ആൾക്കാരുടെ ലൈഫ് മാറ്റിമറിക്കാൻ പറ്റിയ ഒരു വ്യക്തി എന്നുള്ളത്. ഇപ്പൊ ചേച്ചിയുടെ ജീവിതത്തിൽ തന്നെ ചേച്ചി ഇപ്പം ഞാൻ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്, ഒരുപാട് സ്ട്രഗിളൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ട്. അതിനുശേഷമാണ് ഇപ്പൊ ഇത്രയും സന്തോഷമായിട്ട് നല്ലൊരു രീതിയിൽ ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ചേച്ചി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ കാരണം ഒരുപാട് ആൾക്കാരുടെ ജീവിതം എനിക്ക് മാറ്റിമറിക്കാൻ പറ്റും ചിന്തിച്ചിട്ടുണ്ടോ? പണ്ട് ചിന്തിച്ചിട്ടില്ല, നെഗറ്റീവ് ആയിരുന്ന സമയത്ത്. പക്ഷേ പോസിറ്റീവിലേക്ക് വന്ന ശേഷം മനഃപൂർവ്വമായിട്ട് ഇതിലേക്ക് വന്നതല്ല. ലൈഫ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് വന്നതല്ല. പക്ഷേ ഇതിലേക്ക് വന്ന് പിന്നീട് ഓരോരുത്തരുടെ ലൈഫ് മാറിക്കണ്ടപ്പോൾ അത്രയും സന്തോഷമായി. ഇപ്പൊ സ്വന്തം ജീവിതം മാറിയതിലും കൂടുതൽ സന്തോഷം ആൾക്കാരുടെ ജീവിതം മാറ്റിമറിക്കുന്നതിലായിരിക്കും. ഈ ലോകത്തിന് എന്ത് നന്മ ചെയ്യാൻ പറ്റും? നമ്മൾ ഈ ഭൂമിയിൽ സമ്പാദിക്കേണ്ടത് മറ്റുള്ളവരുടെ അനുഗ്രഹമാണ്. വേറൊരാൾക്ക് നമ്മൾ കാരണം ഒരു ഉപകാരം ഉണ്ടാവുക, അവർക്ക് എപ്പോഴും സന്തോഷമായിരിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്ന ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും. ഞാൻ ചേച്ചിയുടെ ഇതിന് മുന്നത്തെ പല ഇന്റർവ്യൂസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോഴും ചേച്ചി കാരണം എഫക്ട്സ് ഉണ്ടായ കുറെ ആൾക്കാരുടെ ഒരു എണ്ണം പറയും. അതിങ്ങനെ ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോഴും മാറി മാറി വരികയാണ്, കൂടി വരികയാണ്. ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ എത്ര പേരുണ്ടാവും ചേച്ചിയുടെ 5 വർഷത്തെ ജേർണിയിൽ? എനിക്ക് കറക്റ്റ് എണ്ണം പറയാൻ പറ്റില്ല, എന്നാലും ലക്ഷക്കണക്കിന് സ്റ്റുഡൻസിനെ ഹിന്ദിയിലും മലയാളത്തിലുമായിട്ട് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടം പോലെ സ്റ്റുഡൻസിനെ. ഒരു 99% എങ്കിലും അതെല്ലാം സക്സസ് സ്റ്റോറീസ് അല്ലേ? അതായത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ 100% സിൻസിയറിറ്റിയോടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 100% സക്സസ്സാണ്. ചിലർ ക്ലാസ് അറ്റൻഡ് ചെയ്യും, ക്ലാസ് അറ്റൻഡ് ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് മാറ്റം വരില്ല. മാറ്റം വരും, 100% മാറ്റം വരില്ല. നമ്മൾ ആ പ്രാക്ടീസുകൾ ചെയ്യണം. അപ്പം നമുക്കറിയാം, എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമാകും, നമുക്ക് അതുപോലുള്ള റിസൾട്ട് കിട്ടും. ചിലരെന്ത് ചെയ്യും, അത് മുടക്കം വരുമ്പോൾ നമ്മൾ വീണ്ടും ബാക്ക് അടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 100% റിസൾട്ട് ഉറപ്പാണ്. പ്രാക്ടീസും ഇല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നതാണ് ഇതിനകത്ത് വലിയൊരു കാര്യം. കറക്റ്റ്. ഓക്കെ. ചേച്ചിക്ക് ശരിക്കും ഒരു ചേച്ചിയുടെ ഡേ എങ്ങനെയാണ് പോകുന്നത്? കാര്യം ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് മാറ്റം വരുത്താന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാർ നന്നായിട്ട് കേൾക്കണം, ഒരു ലിസണിങ് പവർ എന്തായാലും ഉണ്ടാവണം. അപ്പോൾ ചേച്ചി ഒരു ഡേ എങ്ങനെയാണ് പോകുന്നത്? എൻ്റെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ, ഞാൻ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ പ്ലാറ്റിനം ഫാമിലിക്കൊപ്പമാണ്. പ്ലാറ്റിനം ഫാമിലി എന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് എൻ്റെ മെൻറ്റർഷിപ്പ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവർ രാവിലെ തന്നെ അവരുടെ പ്രാക്ടീസ്, ആദ്യം യോഗ സെഷൻ കഴിഞ്ഞു, പിന്നെ എൻ്റെ മെഡിറ്റേഷന് ഞാൻ ചെയ്യിക്കുന്ന പ്രാക്ടീസുകൾ. അപ്പോൾ ഇവർക്കൊപ്പം ഞാനും എൻ്റെ പ്രാക്ടീസുകൾ ചെയ്യും. അപ്പോൾ എൻ്റെ റൊട്ടീന് അതിനകത്തങ്ങ് നടക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡ് ജിമ്മിലേക്ക് പോകും. അപ്പോൾ ഒരു 1.5 മണിക്കൂർ ജിമ്മിൽ വർക്കൗട്ടാണ്. ശരിക്കും പറഞ്ഞാൽ 40+ കഴിഞ്ഞിട്ടുള്ള എല്ലാവരും ആ ഒരു ജിമ്മ് തീർച്ചയായിട്ടും അവരുടെ ഒരു റൊട്ടീൻ്റെ ഭാഗമാക്കണം. അപ്പം ആ ഒരു പിന്നെ ജിമ്മിൽ പോയിട്ട് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു ഡേയുടെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ വീട്ടിൽ തന്നെ എനിക്കൊരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റുഡിയോ റൂം കം ഓഫീസ് ഉണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട്
പിന്നെ നമുക്ക് വീഡിയോയുടെ കണ്ടന്റ് ഷൂട്ടിങ്, പിന്നെ അതെടുത്ത് ടീമിന് കൊടുക്കുക, പിന്നെ അവർ ബാക്കി എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തോളും. പിന്നെ നമ്മുടെ ആ ഒരു ഡേ പ്ലാനിങ്, ക്ലാസ്സുകൾ, മെയിനായിട്ടും ഗ്രൂപ്പ് ക്ലാസ്സുകളാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ പ്ലാറ്റിനത്തിലുള്ളവർക്ക് 1-to-1 സെഷൻ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകൾ അങ്ങനെ ആയിട്ട് 1-to-1 സെക്ഷനൊക്കെ കൊടുക്കാതെ ഭയങ്കര 1-to-1 സെഷൻ പ്ലാറ്റിനം ഫാമിലിക്ക് മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. കാര്യം നമുക്ക് ആദ്യം 1-to-1 സെഷൻ എല്ലാവർക്കും കൊടുത്തിരുന്നു. ഇപ്പം നമുക്ക് അതിനുള്ള സമയമില്ല. നമുക്ക് 3 ക്ലാസ്സുകളുള്ളത്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം. അതുകൂടാതെ സെലിബ്രിറ്റീസിനുള്ള ക്ലാസ്, ബിസിനസ്സുകാർക്കുള്ള ക്ലാസ്, അങ്ങനെ എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടൈറ്റ് ഇതായി പോകും. പക്ഷേ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പാഷനിൽ ജീവിക്കുമ്പോൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് മടുപ്പ് ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ എത്ര സമയം ചെയ്താലും അതിലൊന്നും ഒരു മടുപ്പില്ല. അങ്ങനെ ആ ഒരു ഡേ ഫുള്ള് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നിടം മുതൽ രാത്രി എൻഡ് ചെയ്യുന്നിടം വരെ ഹൈ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. അതെനിക്ക് ഇഷ്ടമാണ്. കാര്യം എന്താ, നമ്മൾ ആ പഠിപ്പിക്കുന്ന മൊത്തം പോസിറ്റീവ് കാര്യങ്ങളല്ലേ. അപ്പൊ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഞാനും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയല്ലേ. അപ്പൊ ഫുൾ ടൈം നമുക്ക് ഹാപ്പിനെസ്സിൽ ഇരിക്കാനും പറ്റും. അതാണ് ഒരു പ്രത്യേകത. അപ്പൊ അങ്ങനെയാണ് ഒരു ഡേ കംപ്ലീറ്റ് ആവുന്നത്. ഇത്രയും പേർക്ക് ക്ലാസ് എടുക്കുന്നു, ജിമ്മിൽ പോകുന്നു, സ്വന്തം കാര്യങ്ങൾ നോക്കുന്നു, എല്ലാം നടക്കുന്നുണ്ട്. ഇത് ചേച്ചിയുടെ ഒരു കംപ്ലീറ്റ് ആയിട്ട് എന്നും ചെയ്യുന്ന റൊട്ടീനാണോ? ഓൾമോസ്റ്റ്. അതായത് സൺഡേയിൽ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഓഫ് കിട്ടും. സൺഡേ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഒരു ക്ലാസ് എടുക്കുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് പുറത്ത് പോകും. നമ്മുടെ ഒരു മീറ്റ് ടൈം, പുറത്തെവിടെയൊക്കെ കറങ്ങാൻ പോകും, ചില്ലയും രാത്രി കറങ്ങി രാത്രി വരുന്നു, കിടന്നുറങ്ങുന്നു. ആ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈം ഫ്രീ ആക്കാറുണ്ട്. ഓക്കെ. ഈ ടീച്ചറമ്മ എന്നുള്ള വിളിയാണല്ലോ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കാര്യം തന്നെ. ഞാനിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ ചേച്ചിയാക്കി, ചേച്ചി എന്ന് വിളിക്കാന്ന് വെറൈറ്റി. അതെ, വെറൈറ്റിക്ക് ഞാൻ ചേച്ചി എന്നാക്കാന്ന് വിചാരിച്ചു. മക്കൾക്കൊക്കെ കുശുമ്പ് വരുമോ എല്ലാവരും ഇങ്ങനെ ടീച്ചറമ്മ എന്ന് വിളിക്കുമ്പോൾ? ഇപ്പൊ എൻ്റെ അമ്മയ്ക്കൊക്കെ ഉണ്ടല്ലോ, ഞാൻ മാത്രം അമ്മയെന്ന് വിളിക്കാവുള്ളൂ. അമ്മയ്ക്ക് ഭയങ്കര കുശുമ്പാ. ഞാനും എൻ്റെ ചേട്ടനും വേറെ എല്ലാ അമ്മയെന്ന് വിളിക്കുമ്പോൾ എൻ്റെ മക്കൾ മാത്രം വിളിച്ചാൽ മതി. പക്ഷെ ചേച്ചി എല്ലാവരും സ്വന്തം മക്കളെ പോലാണ് കാണുന്നത്. അപ്പൊ സ്വന്തം മക്കൾ ഇങ്ങനെ ചോദിക്കും, അമ്മ എപ്പോഴും ക്ലാസ്സിലാണല്ലോ, അവരൊക്കെ ചോദിക്കുമോ? ഇല്ല, അവര് എൻ്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ച താഴ്ചകളും കണ്ടിട്ടുള്ളവരാണ്. അപ്പം ഞാൻ അത്രയും ഒരു മോശം അവസ്ഥയിൽ കിടന്ന് നരകിക്കുന്ന എൻ്റെ മക്കൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവിടുന്ന് ഉയർന്നു വന്ന് ഞാൻ ഇന്ന് ഈ ഒരു ലെവലിൽ നിൽക്കുമ്പം അവർക്കുണ്ടാകുന്ന പ്രൗഡ്, അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെൻ്റെ കണ്ണീര് കണ്ട് വളർന്ന മക്കളാണ്. അപ്പോൾ ഇന്ന് ഞാൻ ആ സന്തോഷമായിട്ടിരിക്കുന്ന കാണുമ്പം അവർക്ക് സന്തോഷമാണ്. എല്ലാവരും അമ്മ എന്ന് വിളിച്ച് എന്നെ റെസ്പെക്റ്റ് ചെയ്യുമ്പം ശരിക്കും അവരത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ് മക്കൾക്ക്. അതുപോലെ മൂത്ത മോൻ BBAക്ക് പഠിക്കുകയാണ്. അവൻ്റെ കോളേജിൽ പിന്നെ ഇതുപോലെ ഫസ്റ്റ് ഡേയിൽ നിങ്ങളുടെ റോൾ മോഡൽ ആരാണ് എന്ന് ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ വന്ന് പറയുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പോയി പറഞ്ഞ എൻ്റെ അമ്മയാണ്. കാര്യം എൻ്റെ അമ്മ അത്ര സ്ട്രഗിൾ ചെയ്തിട്ട് ഇന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ക്ലാസ് മൊത്തം കൈയടിച്ചു എന്ന് മോൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ വന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഉറപ്പായിട്ടും അത് കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം. ഇവിടെ ഇന്റർവ്യൂ നടക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ നിങ്ങൾ കാണുന്നുള്ളെങ്കിൽ പോലും ഇവിടെ സൈഡിൽ 4 പേര് ഇരിക്കുന്നുണ്ട്. ആ 4 പേരുടെ ആ ഒരു പവർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചേച്ചി എന്തുമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടെന്നുള്ളത്. ചേച്ചിയുടെ ഒരു ചൈൽഡ്ഹുഡിലൊക്കെ ചേച്ചിയുടെ ശരിക്കും എന്താവാനായിരുന്നു ആഗ്രഹം? എനിക്ക് ചെറുപ്പത്തിൽ എയർ ഹോസ്റ്റസ് ആകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ എയർ ഹോസ്റ്റസ് ഇങ്ങനെ പെട്ടിയും തൂക്കിയൊക്കെ പോകുന്ന കാണുമ്പോൾ എനിക്കും അതുപോലെ ഡ്രസ്സൊക്കെ ഇട്ട് എനിക്ക് ഇങ്ങനെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ എന്താ പറയുക, ആ ഒരു ലെവലിലേക്കൊക്കെ എത്തിയപ്പം അമ്മയ്ക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാര്യം പെൺപിള്ളേരിങ്ങനെ അന്നൊക്കെ അങ്ങനെയല്ലേ, പെൺപിള്ളേർ അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ പെൺപിള്ളേർ അങ്ങനെയൊക്കെ ആയി പോകുമോ എന്നൊക്കെയുള്ളൊരു ഫീലിങ്ങിൽ അമ്മ അത് സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് ലൈഫ് കോച്ചൊന്നും അറിഞ്ഞുകൊണ്ട് വന്നതല്ല. ഞാനൊരു സ്കൂൾ ടീച്ചറായിരുന്നു. സ്കൂൾ ടീച്ചറിൽ നിന്ന് കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിയതാണ്. അപ്പൊ എയർ ഹോസ്റ്റസ് ആവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. നമ്മൾ എയർ ഹോസ്റ്റസ് ആയിരുന്നെങ്കിൽ നല്ലൊരു ജോലിയാണ്, തീർച്ചയായിട്ടും നല്ലൊരു ജോലിയാണ്. പക്ഷെ ഇത്ര ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റോൾ മോഡൽ ആക്കി മാറ്റുന്ന ഒരു രീതിയിലേക്ക് ഉറപ്പായിട്ട് ഒത്തില്ലായിരുന്നു. അതിപ്പോൾ തന്നെയാണ് ആയത്. ചേച്ചി, ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു. ഒരുപാട് ആളുകളുടെ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾക്ക് ചേച്ചിക്ക് പരിഹാരം ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ നല്ല ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കിപ്പോൾ 25 വയസ്സാണ്. ഞാൻ ഈ ഒരു ചേച്ചിയായിട്ടുള്ള ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോയത് എൻ്റെ ഏജ് കാറ്റഗറിയിലുള്ള ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. അപ്പം ഇപ്പം കറൻ്റ്ലി കേട്ട് വരുന്നൊരു ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പറയുന്ന ഒരു വാക്കാണ് ഡിപ്രഷൻ. അത് ഡിപ്രഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പോലും അറിയാതെയാണ് ചില ആൾക്കാർ ഭയങ്കര ചെറിയ ലാഘവത്തോടെയാണ് പറയുന്നത്. അച്ഛൻ ഭക്ഷണം തന്നില്ല, എനിക്ക് ഡിപ്രഷനാണ്. ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, എനിക്ക് ഡിപ്രഷനാണ്. ഇത് കേട്ട് ഇപ്പോൾ ഒരു +2 ഇല്ലെങ്കിൽ ഒരു 10th പഠിക്കുന്ന കുട്ടികൾ വരെ ചെറിയ കാര്യത്തിന് സോഷ്യൽ മീഡിയയിലെ റീലിന് ലൈക്ക് കിട്ടിയില്ലെങ്കിൽ വരെ പറയുന്നൊരു പേരാണ് എനിക്ക് ഡിപ്രഷനാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ആ വാക്കിനൊരു വലിയ അർത്ഥമുണ്ട്. ആ ഒരു വല്ലാത്തൊരു മെൻ്റൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ചേച്ചിക്ക് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതായത് മോളി പറയുന്ന പോലെ ഞാനും കേൾക്കാറുണ്ട് കുഞ്ഞുങ്ങളത് പറയുന്ന പല വീഡിയോസിലും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പിന്നെ അങ്ങനെ പറയുന്ന കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്,
വാട്ട് എവർ യു ടോക്ക് കണ്ടിന്യൂസ്ലി യു വിൽ അട്രാക്ട്. അതായത് നിരന്തരം നിങ്ങൾ എന്താണോ പറയുന്നത് നിങ്ങൾ അതിനെ നിങ്ങളിലേക്ക് ആകർഷിക്കും. അപ്പം നിരന്തരം എനിക്ക് ഡിപ്രഷൻ ഒരു 10 പ്രാവശ്യം പറയുമ്പോൾ ഇത് നേരെ ഉപബോധ മനസ്സിൽ പതിയും. അവിടെ പതിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യങ്ങൾ വന്ന് ആ ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോകും. കുഞ്ഞുങ്ങൾക്ക് ശരിക്കും അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇതൊരു കൊളോക്കിൽ നമ്മളൊരു വേർഡ് പോലെ സൂപ്പർ അടിപൊളി എന്നൊക്കെ പറയുന്ന പോലെ ഇവർ എവിടുന്നോ ഒരു വാക്ക് കിട്ടി അങ്ങ് പറഞ്ഞുകൊണ്ട് നടക്കണം. അതിന്റെ ആഴവും വ്യാപ്തിയും അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും പോകാൻ ആഗ്രഹിക്കാത്ത മോശം അവസ്ഥയാണ്. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോടും പറയാനുള്ളത് അങ്ങനെയുള്ള വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുക. പവർ ഓഫ് വേർഡ്സ്, വാക്കുകളുടെ ശക്തി. നമ്മൾ എന്താണോ നിരന്തരം പറയുന്നത്, ഞാൻ പറഞ്ഞില്ല അതായിത്തീരും. അപ്പം നമ്മൾ എനിക്ക് ഈ അവസ്ഥയാണ് എന്ന് പറഞ്ഞ് ആ അവസ്ഥയിലേക്ക് പോകും. അതിനെക്കാട്ടിയും ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെ ഇപ്പോൾ എനിക്ക് അമ്മ ചോറ് തന്നില്ലെന്നോ അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പെരുമാറിയത്, അപ്പോൾ ആ സമയത്തൊക്കെ വളരെ തിരിച്ച് പോസിറ്റിവിറ്റിയിലേക്ക് വരിക. നമുക്കറിയാം നമ്മുടെ അച്ഛനും അമ്മയും ചിലപ്പോൾ അവർ ഇച്ചിരി എന്തെങ്കിലും വഴക്ക് പറയും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിലൊക്കെ പെരുമാറുമ്പോൾ എൻ്റെ അച്ഛനല്ലേ എൻ്റെ അമ്മയല്ലേ, അതൊക്കെ അപ്പോഴേ മനസ്സിൽ നിന്ന് കളഞ്ഞ് ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് വരിക. ഈ നെഗറ്റീവ് വേർഡ് ഒരിക്കലും ആരും റിപ്പീറ്റ് ചെയ്യരുത്. കാര്യം എന്താ, അത് റിപ്പീറ്റ് ചെയ്താൽ അത് ആ അവസ്ഥയിലേക്ക് നമുക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്ന് അങ്ങനെ പോകേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും ഒരു കുഞ്ഞുങ്ങളും ആ ഒരു വാക്ക്, കുഞ്ഞുങ്ങളെന്നല്ല ഒരു മനുഷ്യനും റിപ്പീറ്റ് ചെയ്യരുത്, ചെയ്ത് പറയാതിരിക്കണം. ചേച്ചിയുടെ അടുത്ത് വരുന്ന ആൾക്കാരിൽ ഈ ഒരു ടീനേജേഴ്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന എന്ത് ഇഷ്യൂസിന്റെ പുറത്താണ്? ടീനേജ് ബ്രേക്കപ്പ് ഇഷ്യൂസ് ഒരുപാടുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ ഡിപ്രഷൻ ഒരു ഇതാണ്, ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഇത് കാണാറുണ്ട്. അതുപോലെ പിന്നെ മെയിനായിട്ടും അവർക്ക് പഠനത്തിൽ ഫോക്കസ് കിട്ടുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെ പഠിക്കാനായിട്ട് പറ്റുന്നില്ല, ഫോക്കസോടെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ ഇഷ്യൂസാണ് മെയിനായിട്ടും പറയുന്നത്. ഓക്കെ, അപ്പൊ ചേച്ചി ഇതിനൊക്കെ ഒരു പോസിറ്റീവ് സൊല്യൂഷൻസ് ആണ് കൊടുക്കുന്നത്. ഈ പറയുന്ന ബ്രേക്കപ്പ് അങ്ങനെയൊക്കെ വരുന്നവർക്ക് നമ്മൾ ഇപ്പൊ ഇങ്ങനെ കോട്സിലൊക്കെ കണ്ടിട്ടുണ്ട്, ബ്രേക്കപ്പ് അല്ല വേക്കപ്പ് ആണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും പല ആൾക്കാരും അവിടം കൊണ്ട് ലൈഫ് തീർന്നു പോയി എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ചേച്ചി എന്തൊക്കെ രീതിയിലുള്ള സൊല്യൂഷൻസ് ആണ് കൊടുക്കുന്നത്? മെയിനായിട്ടും ഇപ്പോൾ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി ഒരാളെ തേച്ചിട്ട് പോയി, ഒരാളെ ഇന്നത്തെ ഭാഷയിൽ തേച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് ചതിച്ചിട്ട് പോകുമ്പോൾ ആ വ്യക്തി ഓർക്കേണ്ടത്, അവർ കാരണം ഒരാളുടെ കണ്ണുനീര് വീഴാനിടയായാൽ ലോ ഓഫ് കർമ്മ എന്ന് പറയുന്നൊരു ലോ പ്രവർത്തിക്കുന്നുണ്ട്. അതിനുള്ള തിരിച്ചടി നമ്മൾ വിചാരിക്കും അവരുടെ മുമ്പിൽ നമ്മൾ ആളായി, അവരെ കളഞ്ഞിട്ട് പോയി ഞാൻ ഭയങ്കര സംഭവമാണ്. പക്ഷേ എന്താണോ നമ്മൾ ആ കൊടുക്കുന്നത് തിരിച്ച് നമ്മളിലേക്ക് ബൂമറാങ് പോലെ വരും എന്ന് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ ഒരിക്കലും ഒരാളെയും ചീറ്റ് ചെയ്തിട്ട് ലൈഫിൽ നിന്ന് കടന്നു പോകരുത്. ഇത് കുഞ്ഞുങ്ങൾക്ക് അറിയില്ല, അവർക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ്, അത് വേണ്ട കളഞ്ഞു. പക്ഷേ ഈ പറയുന്ന പോലെ ആ ബ്രേക്കപ്പ് ആകുന്ന ആ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി കടന്നു പോകേണ്ടി വരുന്ന അവസ്ഥ, അവരനുഭവിക്കുന്ന ഓരോ വേദനയും തിരിച്ച് ഈ വ്യക്തിക്ക് അതൊക്കെ ഒരു ശാപമായിട്ട് ലൈഫിലേക്ക് വരും. അപ്പം നമ്മൾ ഒരിക്കലും എന്താ പറയുക, നമുക്ക് തീർച്ചയായിട്ടും അത് ഒട്ടും സെറ്റ് ആകാത്തൊരു ബന്ധമാണെങ്കിൽ രണ്ടുപേരും പരസ്പരം ഇരുന്ന് സംസാരിച്ച് ഓക്കെ ആവില്ലേ, രണ്ടുപേരുടെ ഒരുമിച്ച് പറഞ്ഞ് അത് സോൾവ് ആക്കിയാൽ ഓക്കെ. അല്ലാതെ ഒരാളെ നമ്മളങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ മറ്റേയാൾക്ക് ഉണ്ടാകുന്ന ആ ഒരു പ്രയാസം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ബ്രേക്കപ്പ് ഇഷ്യൂവിലേക്ക് പോകുമ്പോൾ അങ്ങനെ പോകുന്ന ആൺകുട്ടികളോടും പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, ഒരാൾ നമ്മളെ അങ്ങ് ഇട്ടിട്ട് പോയാൽ തീരുന്നതാണോ നമ്മുടെ ജീവിതം? നമ്മൾ അങ്ങനെ ഒരാൾ പോയി സ്വാഭാവികമായിട്ടും വിഷമമുണ്ടോ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ അവസ്ഥയൊക്കെ മറികടന്നുകൊണ്ട് നമ്മളെ ഈ ഒന്നുമല്ലാതാക്കിയിട്ട് പോയ ആ വ്യക്തിക്ക് മുന്നിൽ അത്രയും അവന് അല്ലെങ്കിൽ അവൾക്ക് നാളെ തോന്നണം, ഞാൻ ഈ കളഞ്ഞിട്ട് പോയ അവനാണല്ലോ അല്ലെങ്കിൽ അവളാണല്ലോ ഇത്രയും സക്സസ്ഫുൾ എന്ന് അവരുടെ ഉള്ളിലൊരു കുറ്റബോധം ജനിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ മനുഷ്യരാന്നും പറഞ്ഞ് നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും, സത്യമായിട്ടും. ചേച്ചി ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ, പറയുന്ന വാക്കുകളുടെ പവർ ഭയങ്കര അടിപൊളിയാണ്. എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാരും ചേച്ചിയുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയല്ല, പക്ഷെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ എൻ്റെ അമ്മയൊക്കെ ചേച്ചിയുടെ വീഡിയോസ് കാണുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാവിലെയാണ് ഞാൻ ചേച്ചി കാണിക്കുന്ന ഇന്നത്തെ ഗസ്റ്റ് എന്ന് അറിയുന്നത്. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ തന്നെ അമ്മ, ഞാനിങ്ങനെ സുജാവർ മോഹൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അടുത്തിരുന്നിട്ട് ആണോ, അപ്പോൾ അമ്മ പെട്ടെന്ന് ഇങ്ങനെ ഒന്നുകൂടെ പറഞ്ഞു, ഇവർ സുജാവർ മോഹൻ, ഞാൻ കാണുന്നതാണല്ലോ അവരുടെ വീഡിയോസ് ഒക്കെ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ എൻ്റെ അമ്മയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ എന്നിട്ട് പോലും ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് കഴിയുമ്പോൾ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു പവർ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ബ്രേക്കപ്പ് ഇല്ലെങ്കിൽ ഈ ട്രോമ, ചേച്ചി ഈ ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? നമുക്കിപ്പം വിട്ടു പോകാൻ പറ്റുന്നില്ല. പല റിലേഷൻഷിപ്പിലാണെങ്കിലും ഒക്കെ ഒരാളെ ഭയങ്കര ഇഷ്ടമാണ്, ആൾ ചെയ്യുന്നത് മുഴുവൻ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ പോലും അയാളോടുണ്ടാകുന്ന ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് നമുക്കതിൽ നിന്ന് വിട്ടു വരാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ബോൾഡായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക.
നമ്മൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ പെട്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമുക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ആക്ച്വലി നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു കാര്യം 24/7 ഹാപ്പിനെസ്, എപ്പോഴും സന്തോഷമായിരിക്കുക. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് സന്തോഷമില്ല, വെറുതെ നമ്മളിങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. അപ്പോൾ ഓരോരുത്തരും ഒരു ചിന്തിക്കുക, ഇനി വീണ്ടും വീണ്ടും ആ റിലേഷൻഷിപ്പിലേക്ക് പോയി നമ്മളൊരു വിഡ്ഢിയെ പോലെ ജീവിക്കണോ, അതോ വളരെ സന്തോഷമായിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് ഒന്ന് സംസാരിച്ച് ഓക്കെ ആയതിനു ശേഷം അവരവരുടെ ലൈഫ് നോക്കി പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അത് പിന്നെ നമ്മൾ വളരെയധികം ബോൾഡായിട്ടൊരു ഡിസിഷൻ എടുത്താൽ പിന്നെ സ്ട്രോങ് ആയിട്ട് അതിൽ ഉറച്ചു നിൽക്കണം. ഇടയ്ക്കിടയ്ക്ക് മൈൻഡ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കണം. അതായത് ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സക്സസ്ഫുൾ ആകണമെങ്കിൽ നമ്മൾ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ ഇരുന്നെങ്കിലേ പറ്റും. ഇപ്പോൾ ഇങ്ങനെ പറയുന്ന വ്യക്തി എപ്പോഴും ലൈഫിൽ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ്, ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ ജീവിക്കുകയാണ്. നമ്മൾ ആ വിക്ടിം മെൻറ്റാലിറ്റിയിൽ നിന്ന് ഒരു വിന്നർ മൈൻഡ് സെറ്റിലേക്ക് എത്താതെ ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. നാളെ ഒരു സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കളഞ്ഞിട്ട് പോയി, അപ്പോൾ ഞാൻ ഇത്രയും വർഷം ആ വ്യക്തിയെ സഹിച്ചു എന്നിട്ടും കളഞ്ഞിട്ട് പോയി, അങ്ങനെയാകുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ട്രോമ വന്നിട്ട് ഇവർക്ക് ലൈഫിൽ ഉയരാൻ പറ്റില്ല. അതിനെക്കാട്ടിയും നമ്മൾ വളരെയധികം ചിന്തിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് അനുയോജ്യമാണോ, ഇത് വേണോ വേണ്ടയോ എന്നുള്ളത് ആ ഒരു ബോൾഡ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ബോൾഡായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ ചേച്ചിയുടെ ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വരുന്നത് കല്യാണത്തിന് ശേഷം വേറൊരു വ്യക്തിയിലൂടെ പോകുമ്പം. അപ്പോൾ ചേച്ചി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ വിഷമവും ഭർത്താവിൻ്റെ വിഷമവും. പക്ഷെ അതിൽ ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം നമ്മൾ പറയും പഴഞ്ചൊല്ലൊക്കെ ഉണ്ടല്ലോ, എന്ത് കാര്യത്തിനും ഒരു നെഗറ്റീവ് ഉണ്ടാവും. അപ്പം അത്രയും നല്ല രീതിയിൽ ചേച്ചി സംസാരിച്ച വീഡിയോയിൽ പോലും കുറേ ആൾക്കാർ നെഗറ്റീവായിട്ട് ചെയ്തിട്ടുള്ള ഒരു കമൻറ്റ്, അതിലൊരുപാട് ലൈക്ക് വന്നൊരു കമൻറ്റ് ഞാൻ നോട്ട് ചെയ്തതാണ്. ഇപ്പം ഒട്ടും നമുക്കൊരു വ്യക്തിയോട് ജീവിക്കാൻ പറ്റുന്നില്ല കല്യാണത്തിന് ശേഷം, കുട്ടിയായതിനു ശേഷം. അപ്പോൾ നമുക്ക് നമ്മുടെ രീതിയിലുള്ള, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ജീവിതം ആഗ്രഹിക്കുന്ന ആ രീതിയിൽ നമുക്ക് കാര്യങ്ങളെല്ലാം തരുന്ന ഒരു വ്യക്തികളെ നമ്മൾ പോകുന്നു. ആ സമയത്ത് നമ്മുടെ സ്വന്തം ജീവിതം മാറ്റിവെച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അവരുടെ ജീവിതം ഒരു ലൈഫ് ലോങ് മുഴുവൻ നശിപ്പിക്കുകയല്ലേ, അത് സപ്പോർട്ട് ചെയ്യുകയാണോ ചേച്ചി ചെയ്യുന്നതെന്ന് ചോദിച്ച് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ അവരോട് മറുപടി പറയാനുള്ളത്? അതായത് ഞാൻ പറഞ്ഞത്, ഒരു ബന്ധത്തിലായിരിക്കുമ്പോൾ നമ്മൾ അവരെ ചീറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതിനെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ഒട്ടും സൂട്ടബിൾ അല്ലെങ്കിൽ അതിൽ കടിച്ചു തൂങ്ങി കിടക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമുക്കിപ്പോൾ ഒട്ടും ചേർന്ന് പോകാൻ പറ്റാത്തൊരു ബന്ധമാണ്, രണ്ടുപേരും കൂടെ തീരുമാനിച്ചുകൊണ്ട് അതൊരു ഡിവോഴ്സിലേക്ക് പോയിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള വ്യക്തിയെ തിരഞ്ഞെടുക്കുക, അവിടെ യാതൊരു പ്രശ്നമല്ല. ഒരു ബന്ധത്തിൽ ഇരുന്നു കൊണ്ട് പോകുമ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. മെയിനായിട്ടും ഈ പറയുന്ന കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടി വരും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ലൈഫ് പാർട്ട്ണർ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ അതിൽ വിഷയമില്ല. ഈ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു കാര്യം. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറയുന്ന രീതി. പക്ഷെ കമന്റ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവാത്ത പോലെ ഫീൽ ചെയ്തു. ചിലപ്പം അത് ഫുൾ വീഡിയോ ആയിരിക്കില്ല കണ്ട, ഷോർട്സ് ആയിരിക്കും. ഷോർട്സിലാകുമ്പോൾ ഐഡിയ അവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ഉറപ്പായിട്ടും ഈ മാനിഫെസ്റ്റേഷൻ കർമ്മ കാര്യങ്ങൾക്കെല്ലാം ചേച്ചി പറയുന്ന കാര്യങ്ങൾക്കെല്ലാവർക്കും ഉറപ്പായിട്ടൊരു നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. കുറെ ആൾക്കാർ ഇത് തട്ടിപ്പാണ്, ഇല്ലെങ്കിൽ ഇത് വെറുതെ പറയുന്നതാണ്, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. പക്ഷെ ഒരുപാട് തെളിവുകൾ ചേച്ചിക്ക് ഉണ്ട് താനും. അപ്പൊ ഇങ്ങനത്തെ ഫസ്റ്റ് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ആദ്യം വരാൻ തുടങ്ങിയ സമയത്ത് എപ്പോഴെങ്കിലും ചേച്ചിക്ക് ഒരു ഡൗൺഫോൾ പോലെ തോന്നിയിട്ടുണ്ടോ? മോളെ, എൻ്റെ വീഡിയോ കാണുന്നവര് അല്ലെങ്കിൽ എന്നെ പേഴ്സണലി അറിയാവുന്നവരാരും ഇതൊരു നെഗറ്റീവാണെന്ന് ഒരിക്കലും പറയില്ല. ഇത് പറയുന്നത് ആരാ എന്ന് ചോദിച്ചാൽ ഈ ലോകത്തെ 85% ആളുകൾ നെഗറ്റീവാണ്. വളരെ കുറച്ചൊരു 15% ആൾക്കാരാണ് പോസിറ്റീവ്, ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുള്ള ആ ഒരു അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് നടക്കും. എന്നാൽ ഈ നെഗറ്റീവായിട്ടുള്ള മനുഷ്യർക്ക് അവർ നെഗറ്റീവ് എന്ന് അറിഞ്ഞു പോലും കൂടെ അവരെ വിചാരം അവരാണ് വലിയ പോസിറ്റീവ്. ആൾക്കാരെ ഇങ്ങനെ വിമർശിക്കുക, നെഗറ്റീവ് കമന്റ് ചെയ്യുക, അപ്പോൾ അവരുടെ വിചാരം അവർ ഭയങ്കര പോസിറ്റീവ് ആണെന്നാണ്. പക്ഷെ അവർ നെഗറ്റീവ് ആണെന്ന് അവരറിയുന്നില്ല. അപ്പോൾ ഈ കമന്റുകൾ കാണുമ്പോൾ എനിക്കറിയാം എൻ്റെ ചാനലിൽ അങ്ങനെ നെഗറ്റീവ് കമന്റ് വരാറില്ല. ചിലപ്പോൾ ആരെങ്കിലും ഇടുമ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ അറിഞ്ഞൂടാത്ത ആരോ വഴിപോക്കാരോ ഇട്ടിട്ട് പോയൊരു കമന്റാണ്. പിന്നെ വേറുള്ള ചാനലുകളിലൊക്കെ ഇങ്ങനെ കമന്റ് വരുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവമേ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരെയും പോസിറ്റീവ് ആക്കി അവരെയൊക്കെ അവരാഗ്രഹിക്കുന്ന ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരണേ ദൈവമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. കാര്യം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോധതലം ഉയർന്നതാണ്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ കല്ലെറിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള അത്രയും ഒരു ഇതുണ്ട്. പണ്ടൊക്കെ നമുക്കിത് അറിഞ്ഞുകൂടാത്തപ്പോൾ എന്താണ്, ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഡൗൺ ആകും, വിഷമിക്കും. പക്ഷേ നമുക്കറിയാം അവരുടെ മൈൻഡ് സെറ്റ്, നമ്മൾ അവിടെ അതിനെ പേഴ്സണലി എടുക്കുക. അത് ആ വ്യക്തിയാണ് ഞാൻ നോക്കുന്നത്. അവരൊരു പോസിറ്റീവ് വ്യക്തിയാണെങ്കിൽ, പോസിറ്റീവ് വ്യക്തികൾ ആരെയും വിമർശിക്കാൻ പോവില്ല, ആരെ കുറിച്ചും നെഗറ്റീവ് പറയൂല, ആരെ വീഡിയോയ്ക്ക് താഴെയും പോയി നെഗറ്റീവ് കമന്റ് ഇട്ട് ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ അവർ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റിവിറ്റിയെ കാണിക്കുന്നത്, അത് ആ വ്യക്തിയെ കാണിക്കുന്നത്. അതെനിക്കെങ്ങനെയാ എൻ്റെ മനസ്സിൽ എങ്ങനെ ബാധിക്കും? ഓക്കെ,
ഇപ്പൊ ഞാൻ അടങ്ങുന്ന, ഇപ്പൊ ഞാൻ ആങ്കറാണ്, ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മീഡിയ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പം ഇന്റർവ്യൂസിന് താഴെയും ഒക്കെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു, എനിക്ക് എൻ്റെ ഇന്റർവ്യൂസിന് ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ സംസാരത്തിനോ അല്ല എനിക്ക് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുള്ളത്. എൻ്റെ അപ്പിയറൻസ് വെച്ചിട്ടായിരിക്കാം. ഞാൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗസ്റ്റിനെ ചേച്ചി അല്ലെങ്കിൽ ചേട്ടാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് വരും. എനിക്കാണ് അവരെക്കാട്ടിലും പ്രായം കൂടുതൽ, നീ എന്തിനാ അവരെ ചേച്ചി എന്ന് വിളിക്കുന്നത്? അപ്പോൾ പല സ്റ്റേജുകളിലും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ ഇത് ചെയ്യുന്നില്ല. ഇത് ഞാൻ ഇവിടെ ഓഫീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്യത്തില്ല, ഞാൻ എന്ത് വിളിച്ചാലും കുഴപ്പമാണ്. ഞാനിപ്പോൾ പേര് വിളിച്ചു കഴിഞ്ഞാൽ ഈ ആങ്കറിന് തീരെ റെസ്പെക്റ്റ് ഇല്ല, ഇല്ലെങ്കിൽ ചേച്ചി ചേട്ടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ നീ എന്തിനാ ചേച്ചി ചേട്ടാന്ന് വിളിക്കുന്നത്, നിന്നെ കണ്ട് അവരുടെ അമ്മയെന്ന് പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ കമന്റ്സ് വരുന്നത്. അപ്പം ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ചെയ്യുന്നില്ല, അത് നിർത്തിയേക്കാം. അല്ലെങ്കിൽ ഇപ്പൊ പല വലിയ റിയാലിറ്റി ഷോസിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് സൈബർ ബുള്ളിങ് വലിയൊരു ഫാക്ടറാണ്. സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് ഇപ്പം മെന്റൽ സ്റ്റേറ്റ് വരെ തകർത്ത് കളയുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ആ വ്യക്തികളുടെ ഒരു നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ ആ കൺസെപ്റ്റിൽ നിന്നും എടുത്തു നോക്കി. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? മോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, മോളുടെ ഫോക്കസ് അവരിലേക്ക് കൊടുക്കണം. ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പൊ മോള് പറഞ്ഞു ഇവരിങ്ങനെ കമന്റ് ഇടുന്നു, അവരുടെ ആ കമന്റ് കണ്ടിട്ട് മോള് നിർത്തിപ്പോയാൽ നഷ്ടമാർക്കാ? എനിക്ക് മാത്രമാണ്. അവർക്കെന്ത്? മോളുടെ സ്ഥലത്ത് വേറൊരു ആങ്കർ വരും, ചാനൽ റണ്ണാവും. പക്ഷേ അവിടെ ഇത് കണ്ടിട്ട് നമ്മളെ നിർത്താതെ നിങ്ങൾ എറിയുന്ന ഓരോ കല്ലും ഞാൻ പിറക്കിയെടുത്ത് എൻ്റെ വിജയ സോപാനം തീർക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ടൊന്ന് പോയി നോക്കി. എല്ലാവർക്കും ഉണ്ട് ഇതുപോലെ. ഇപ്പം എന്നെ സംബന്ധിച്ചും എനിക്ക് ഒരുപാട് ഇതുപോലെയുള്ള വേറെ ചാനലിലൊക്കെ വരുന്ന കമൻറ്റുകൾ പലതില്ലെങ്കിൽ പലരും നമ്മളിപ്പോൾ ലൈഫിൽ സക്സസ്ഫുൾ ആകുമ്പോൾ ചുറ്റും നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരൊക്കെ ഇങ്ങനെ കൈയടിച്ച് അവൾ അടിപൊളിയാണ് സൂപ്പറാന്ന് പറയൂല, ചുറ്റും നിന്ന് പറയുന്നതല്ല നെഗറ്റീവാണ്. നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ വെളുക്ക ചിരിക്കും, തിരിഞ്ഞെന്ന് പറയുന്നതെല്ലാം നെഗറ്റീവാണ്. നമ്മുടെ കുറ്റങ്ങൾ പറയുക, അത് പറഞ്ഞു പരത്തുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യരുണ്ട്. നമ്മൾ അതിനെ ഒന്ന് വളരെ ആഴത്തിൽ ചിന്തിച്ച് നമുക്ക് മനസ്സിലാവും ഇവരൊക്കെ അവരുടെ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആയതുകൊണ്ടല്ലേ ഇവരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത്. ഒരു മനുഷ്യൻ്റെ നന്മ, ഇപ്പോൾ മോൾ എന്നോടൊരു സക്സസ് പറയുക, സൂപ്പർ മക്കളെ വിജയിക്കുന്ന കാണുന്നതാണ് എനിക്ക് സന്തോഷം. ഇറ്റ്സ് റിഫ്ലക്റ്റിംഗ് മൈ പേഴ്സണാലിറ്റി. ഇവരിത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിഫ്ലക്റ്റിംഗ് ദെയർ പേഴ്സണാലിറ്റി, ഹൂ ദേ ആർ ഇൻസൈഡ്. പുറമേ എന്ത് ഷോ ഓഫ് കാണിക്കുന്നു അത് മാറ്റർ ചെയ്യുന്നില്ല, അവരുടെ ഉള്ളിൽ അവരെന്താണ് മനസ്സിലാവുന്നോ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ചെയ്യുന്ന വ്യക്തികൾ അങ്ങനെയാണ്. അവിടെ നമ്മളെന്ന വ്യക്തി ഒരിക്കലും ഡീഗ്രേഡ് ചെയ്ത് കാണിക്കരുത്. അപ്പോൾ ഏത് വ്യക്തികൾക്കും ഇങ്ങനെയൊക്കെയുള്ള, ഇപ്പോൾ ടീച്ചറമ്മ എന്ന് വിളിക്കുന്നു, ചില ആൾക്കാർ കമൻ്റ് ഇടും, ഇവരെന്തിനാ അമ്മ എന്ന് വിളിക്കുന്നത്, ഇവരാരാ എന്നൊക്കെ ചോദിക്കും. മനസ്സിലാവുന്നു? അപ്പം ഇതൊക്കെ മാനിഫെസ്റ്റേഷൻ ഇത്രയും ആളുകൾ നല്ല അഭിപ്രായം അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അത് നല്ല ഗുണമുണ്ടായെന്ന് പറയുമ്പോൾ പോലും അതിൽ വന്നിട്ടാ എനിക്ക് പ്രധാനമന്ത്രി ആവണം. അപ്പൊ ഞാൻ വിവരമില്ല ഇവർക്ക്, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. എനിക്ക് അല്ല, പ്രധാനമന്ത്രി ആകണം എന്ന് വിചാരിച്ചാൽ ആകാൻ പറ്റും. എന്തുകൊണ്ട് പറ്റില്ല? പ്രധാനമന്ത്രി ആകണമെങ്കിൽ ഇറ്റ്സ് ഓൾസോ പോസിബിൾ. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേ, ടേക്ക് ആക്ഷൻ. അതിന് വേണ്ടുന്ന ആക്ഷൻ ചെയ്ത് ഇവരുടെ മാനിഫെസ്റ്റേഷൻ കൊണ്ട് നാളെ പ്രധാനമന്ത്രി ആയിക്കൂടാതില്ല. ഇവർ ജസ്റ്റ് നമ്മളെ ഒന്ന് ചലഞ്ച് ചെയ്യുന്നു, എനിക്കാണോന്ന് വെച്ചാൽ ആകാൻ പറ്റുമോ? എവറിത്തിങ് ഈസ് പോസിബിൾ എന്നല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ അറിഞ്ഞുകൂടാത്തൊരു കാര്യം കാണുമ്പോഴത്തേക്ക് ചിലരെന്ത് ചെയ്യും, അതിനെക്കുറിച്ചൊന്നും പഠിക്കണമല്ലോ, മനസ്സിലാക്കണമല്ലോ എന്ന് ചിന്തിക്കും. വളരണമെന്ന് ആഗ്രഹമുള്ളവർ. അല്ലാത്തവര് ഇങ്ങനെ കല്ലെറിഞ്ഞ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പുറത്ത് നമ്മൾ വളർന്നുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ എഴുതി ചെയ്യുന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പം കുറെ ആളുകൾ ഇങ്ങനെ സംശയമായിരിക്കും. ഇപ്പൊ എനിക്കാണെങ്കിൽ ആദ്യം അറിയാത്ത കാലത്ത് ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് എഴുതി വെച്ച പൈസ വരുമോ, നമ്മൾ അതിന് എഫേർട്ട് ഇടണ്ടേ? ശരിക്കും നമ്മളായിട്ട് ഇടുന്ന ഒരു എഫേർട്ടും ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതിനെ പറ്റിയിട്ടും ചേച്ചിക്ക് പറയാം. നമുക്ക് ഇപ്പോൾ പണം സമ്പാദിക്കണമെങ്കിൽ ഒന്നുകിലും നമ്മളൊരു ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം. വെറുതെ ഇരുന്ന് എനിക്ക് പൈസ വേണമെന്ന് എഴുതി വെച്ചിട്ടോ അല്ല പറഞ്ഞിട്ടോ കാര്യമില്ല. അപ്പോൾ പൈസ വേണമെങ്കിൽ അല്ലെങ്കിൽ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്? ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കാതെ ഒരിക്കലും ആക്ഷൻ എടുക്കാതെ നമുക്ക് റിസൾട്ട്. ഇപ്പൊ മോക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുക, നമ്മളിലേക്ക് പൈസ വരത്തില്ലല്ലോ. അപ്പൊ നമ്മൾ ജോലി കിട്ടണമെങ്കിൽ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, നമ്മൾ അതിന് വേണ്ടുന്ന CV അയക്കണം, എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കണമല്ലോ. നിരന്തരം അതിലേക്ക് ഫോക്കസ് കൊടുത്ത് അതിന് വേണ്ടി ആക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. ഈ ഒരു 11 എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലേ? കുറെ ആൾക്കാർക്ക് ഒരു ഏഞ്ചൽ നമ്പർ കറക്റ്റ് 11 ആകുമ്പോൾ നമ്മളിരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ അതിനകത്തൊക്കെ ഒരു ബിലീഫ് ഉണ്ടോ? ശരി, അതായത് ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ 11 എന്ന് പറയുമ്പോൾ ഗാർഡിയൻ ഏഞ്ചൽസ് നമ്മുടെ കൂടെയാണ്, മുന്നോട്ട് ധൈര്യമായിട്ട് പോവുക. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ബിലീഫ് സിസ്റ്റത്തിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കൂടെ ദൈവമുണ്ട്, അല്ലെങ്കിൽ ഗാർഡിയൻ ഏഞ്ചൽസ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ അതിശക്തമായിട്ട് മുന്നോട്ട് പോകാൻ നീ റൈറ്റ് പാത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ബിലീഫിൽ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഉടനെ തോന്നുന്നു, ശരിയാണല്ലോ, എനിക്ക് ദൈവം തരുന്ന സൂചനയാണല്ലോ മുന്നോട്ട് പോസിറ്റീവായിട്ട് പോകാൻ. അങ്ങനെ ആ ഒരു രീതിയിൽ എടുക്കുവാണെങ്കിൽ ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്, നമുക്ക് അതിലൊക്കെ വിശ്വസിക്കാം. ഓക്കെ ചേച്ചിക്ക് ഇപ്പൊ ഈ കർമ്മ അതൊരു വലിയ കാര്യമായിട്ട് നേരത്തെ ഒക്കെ സംസാരിച്ചു.
ഒരുപാട് ആളുകളിൽ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട്, കർമ്മൈസി ബൂമറാങ് എന്നൊക്കെ പറയുന്ന ഒരുപാട് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചില സമയത്തെങ്കിലും നമ്മുടെ ഈ പറയുന്ന നെഗറ്റീവ് തോട്ട്സ് ഒക്കെ കൊണ്ടായിരിക്കും നമുക്ക് മാത്രം ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, നമ്മളെ വിഷമിപ്പിക്കുന്ന ആൾക്കാർക്കൊന്നും, അവരൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ മറ്റേ ദുഷ്ടനെ പന പോലെ വളർത്തിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ മാത്രം ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുകയാണല്ലോ. അപ്പോൾ ഈ കർമ്മ ശരിക്കും നമുക്ക് അങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നു. അതായത് നമുക്ക് ഈ കർമ്മ എങ്ങനെ വർക്ക് ചെയ്യുന്നു വെച്ചാൽ, മറ്റുള്ളവർ വളരുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ദുഷ്ടനെ പന പോലെ തഴപ്പിക്കുമെന്ന് പറഞ്ഞ പോലെ അവർ വളരുന്നുണ്ട്. പക്ഷേ അവരുടെ വളർച്ച എന്ന് പറയുന്ന ഒരു പോസിറ്റീവായിട്ട് ഇപ്പം നമുക്ക് തോന്നും. അപ്പോൾ ഒരുപാട് വളർന്നു കഴിയുമ്പോൾ നാളെ അവരുടെ ലൈഫിൽ എന്താ വരുന്നതെന്ന് നമുക്കറിയില്ല. അപ്പം നമുക്ക് എന്തുകൊണ്ട് നമ്മൾ വേറൊരാളുടെ കാര്യം വിടും, നമുക്ക് എന്തുകൊണ്ട് ജീവിതത്തിൽ വളർച്ച കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താ? നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ ലൈഫിൽ പോസിറ്റീവ് റിസൾട്ട് വരുമെങ്കിൽ നമ്മൾ നമ്മുടെ ഗോളിന് വേണ്ടി വർക്ക് ചെയ്ത് നമ്മുടെ മനസ്സാദ്യം റീപ്രോഗ്രാമിങ് ചെയ്തെടുക്കണം. നമ്മുടെ മനസ്സിനകത്ത് ഒരുപാട് കണ്ടാമിനേഷൻസ് കിടപ്പുണ്ട്, മോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ട്രോമാസ് കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലിട്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് നമുക്കൊരു ഉയർച്ച കിട്ടാത്തത്. അപ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ചെയ്ത്, അപ്പോൾ നമ്മുടെ സിൽവർ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന അതാണ്, മൈൻഡ് ക്ലിയർ ചെയ്യുക. മൈൻഡൊക്കെ ക്ലിയർ ചെയ്ത് നമ്മുടെ തോട്ട് പ്രോസസ്സ് ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ അവസരങ്ങളും നമ്മളിലേക്ക് വരും, നമ്മൾ വിജയിക്കും. നമുക്ക് വിജയിക്കാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ കണക്റ്റ് ആവും. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ നെഗറ്റീവായിരുന്ന സമയത്ത് എവിടെ ചെന്ന് തൊട്ടാലും നമുക്ക് കഷ്ടപ്പാടും ദുരിതവും, നമ്മൾ പറയില്ലേ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നിന്റെ അവസ്ഥ ഇതാണല്ലോ എന്ന്, ഇതേപോലെ ആ ലെവലായിരുന്നു എൻ്റെ പൊന്നുമോളെ. കാര്യം അത്രയും ദുരിതം പിടിച്ചൊരു ജീവിതമായിരുന്നു നെഗറ്റിവിറ്റി. ഞാൻ നെഗറ്റീവ് ആയിരുന്നുകൊണ്ട് തന്നെ പിള്ളേർക്കും സ്വസ്ഥതയില്ല, ഹസ്ബൻഡിന് സ്വസ്ഥത, വീട് നരകതുല്യമായിരുന്നു. നേരെ മറിച്ച് അവിടുന്ന് നമ്മൾ മനസ്സിനെയൊക്കെ റീപ്രോഗ്രാമിങ് ചെയ്തെടുത്ത് ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ എത്തിയപ്പോൾ ഞാൻ ഒരാളെ മാറിയുള്ളൂ. ഞാനൊരാൾ മാറിയപ്പോൾ എനിക്ക് ചുറ്റും നിൽക്കുന്ന മനുഷ്യർ മാറാൻ തുടങ്ങി. എൻ്റെ ഹസ്ബൻഡ് ഹാപ്പി, എൻ്റെ മക്കൾ ഹാപ്പി, എൻ്റെ മദർ ലവ് ഹാപ്പി, എൻ്റെ വീട് സ്വർഗ്ഗമായി. ഞാൻ ആ പോസിറ്റിവിറ്റിയിലേക്ക് എത്തിയപ്പോൾ ഇന്ന് ലക്ഷങ്ങളുടെ ലൈഫ് എനിക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയില്ല. അവിടെ ആ ഒരു സിംഗിൾ വ്യക്തിയിൽ നിന്നാണ് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായത്. അപ്പോൾ എന്താ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമുക്ക് ഉയർച്ച വരുന്നില്ല എങ്കിൽ അതിൻ്റെ പ്രശ്നം മറ്റുള്ളവരല്ല, അവനവൻ വേണമെന്ന് വിചാരിച്ചാലേ വളരാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് എത്തി വേണ്ടതിലേക്ക് ഫോക്കസ് കൊടുത്താൽ എവിടെയും നമുക്ക് വിജയിക്കാൻ പറ്റും. ചേച്ചി ഏറ്റവും വലിയ സപ്പോർട്ട് ഹസ്ബൻഡ് ആണോ? തീർച്ചയായിട്ടും, എല്ലാത്തിലും എൻ്റെ ഭൂമിയിലെ ദൈവമാണ്. അത് പറഞ്ഞപ്പോ ഇവിടെ ഹസ്ബൻഡ് ചേട്ടൻ ഇങ്ങനെ തൊഴുതു. ചേട്ടൻ്റെയോ? ചേച്ചി തന്നെയാണ്. നമ്മൾ ഇന്റർവ്യൂവിൽ വരുന്നില്ലെങ്കിൽ പോലും നമുക്കത് ചോദിക്കാം. അത് നമുക്ക് ആള് വ്യക്തിയെ കാണുന്നില്ലെങ്കിൽ പോലും ആ വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് ചേച്ചി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത്രയും ഡൗൺഫോൾ ചെയ്യുന്ന ഒരാൾ കയറി വരുമ്പോൾ ഈ മെയിലിഗോ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ആൾക്കാർ ഗ്രീൻ ഫോറസ്റ്റ് റെഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് സ്റ്റോറിയൊക്കെ ഇട്ട് പോസ്റ്റ് ചെയ്തത് വേറെ രീതിയിൽ കാണിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ശരിക്കും കുറെ ആൾക്കാർക്ക് അങ്ങനെ ഒരു മെയിലിഗോ ഇഷ്യൂ ഇല്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ എടുത്തൊരു വ്യക്തി, ആളൊരു ഫെമിനിസ്റ്റ് ആണ് എന്നാണ് പറയപ്പെടുന്നത്, ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഈ ഫെമിനിസം എന്നുള്ളൊരു തോട്ട് തന്നെ പല രീതിയിലാണ് ആൾക്കാർ കാണുന്നത്. ഫീമെയിൽസിനെ മാത്രം സപ്പോർട്ട് ചെയ്യാനുള്ളൊരു ടൂളായിട്ട് കാണുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ആൺകുട്ടികളും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഉണ്ട്, ഇല്ലെങ്കിൽ പേരന്റിങ് ഇഷ്യൂസ് വലുതായിട്ട് ഒരുപാടുണ്ട്. ഇപ്പം ചേച്ചിക്ക് ആൺമക്കളാണല്ലോ, ഇപ്പം ജനിച്ചിങ്ങനെ വളർന്നു വരുന്ന സമയത്ത് തൊട്ട് തന്നെ ആൺകുട്ടികൾക്കെല്ലാം ഫേവറായിട്ട് ചെയ്തു കൊടുക്കും. പെൺകുട്ടി രണ്ടുപേരുള്ള വീട്ടിലാണെങ്കിൽ പെൺകുട്ടികളെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യിക്കും. അപ്പൊ ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പക്ഷേ ആൺകുട്ടികളുടെ പ്രശ്നമായിരിക്കില്ല, അവര് കുഞ്ഞിലോട്ടെ വളർന്ന് അവര് യൂസ്ഡ് ടു ആയത് അതിലായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു മെയിൽ ഈഗോ ഇല്ലെങ്കിൽ ഈ ആൺകുട്ടികൾ കാരണം ഉണ്ടാവുന്ന ഇഷ്യൂസ് അങ്ങനെയൊക്കെ ചേച്ചിക്ക് കംപ്ലൈന്റ്സ് കേസസ് ഒക്കെ വരാറുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറയുന്നത് ഈ ലോകത്ത് ഓരോ മനുഷ്യരെ എടുത്താൽ ഓരോരുത്തരും ഓരോ ടൈപ്പ് ആയിരിക്കുമല്ലോ. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ കംപ്ലീറ്റ് സപ്പോർട്ടീവ് പേഴ്സൺ ആണ് എന്ന് കരുതി എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെ ആകണമെന്നില്ല. അപ്പോൾ എന്താ പറയുന്നത്, ഓരോ പുരുഷന്മാരും റിലേഷൻഷിപ്പിലെ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് മാറ്റാൻ ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ സ്മൂത്ത് ആവാൻ തീർച്ചയായിട്ടും. അതായത് ഈ ഒരു ഈഗോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പുരുഷന്മാരും ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ആരാണോ സ്പൗസിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു വീട് സ്വർഗമായിരിക്കും. നേരെ മറിച്ച് ഈ പറയുന്ന പോലെ സപ്പോർട്ട് കൊടുക്കാതെ വരും സ്ത്രീകൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പലരും തൻ്റെ ലൈഫ് പാർട്ട്ണറോട് ചോദിക്കുന്നില്ല, നിനക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട്? ഒരുപാട് സ്ത്രീകൾ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ, യെസ് എന്ന്. ഒരുപാട് സ്ത്രീകൾ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി ജീവിക്കുന്നവരുണ്ട്. അവർക്ക് ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഒന്നുകിൽ ഒരു ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ലൈഫിൽ രക്ഷപ്പെടണം, സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ പലപ്പോഴും ഈ പറയുന്ന ഒരു സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ പോകുന്നവരുണ്ട്. പക്ഷേ അതൊക്കെ ഈ നേരത്തെ പറഞ്ഞില്ലേ മക്കളെ, കർമ്മദോഷം എന്ന് പറയുന്നൊരു കാര്യം വരും. കാര്യം ഒരാളുടെ ലൈഫ് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നീ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ മനസ്സുരുകുന്നതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ്, കർമ്മ എഫക്റ്റ് ആ വ്യക്തിയിലേക്ക് വരും. തിരിച്ച്
നമ്മുടെ ലൈഫ് പാർട്ട്ണറോട് ഒന്ന് ചോദിക്കുക, നിനക്ക് എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ, നിനക്ക് ആഗ്രഹങ്ങളുണ്ടോ, നിനക്ക് ജോലിക്ക് പോകണോ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യണോ, അവരെ ഒന്ന് സഹായിച്ചു, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേ മനസ്സോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, നമ്മുടെ ക്ലാസ്സുകളിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതും ഇത് തന്നെയാണ്, പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ മനസ്സോടെ സ്നേഹത്തോടെ നിന്ന് കഴിഞ്ഞാൽ വീട്ടിൽ സന്തോഷം ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മളുടെ കുഞ്ഞുങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, വീട് സ്വർഗ്ഗതുല്യമായി മാറും. അപ്പോൾ അവരുടെയൊക്കെ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഇപ്പം ചില റിലേഷൻഷിപ്സിലായിക്കോട്ടെ, അതിപ്പോൾ എന്ത് തരത്തിലുള്ള ബന്ധത്തിലായെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് സംഭവിക്കും. ഇപ്പം അമ്മയും കുട്ടിയാണെങ്കിലും ഭാര്യയും ഭർത്താവ് എന്തായാലും ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും. പക്ഷെ പല സ്ഥലങ്ങളിലും ഒന്ന് ഫോർഗീവ് ചെയ്താൽ പോരെ, ക്ഷമിച്ചാൽ പോരെയും ചോദിക്കുമ്പോൾ എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്നെ അനുവദിക്കില്ല എന്ന് പറയും. ഈ സെൽഫ് റെസ്പെക്റ്റും ഫോർഗീവ്നെസ്സും രണ്ടും ഒരു തട്ടിൽ നമുക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഏതാ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതിലെന്താ ചേച്ചിക്കുന്നത്? അതായത് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതാകുന്നില്ല. അവിടെ നമ്മൾക്ക് വർക്കൗട്ട് ചെയ്യുന്ന ശരിക്കും ഈഗോയാണ്. നമുക്ക് ഇപ്പോൾ ഈഗോയിസ്റ്റിക്കാണ്, ഞാൻ പിടിച്ച മുകളിൽ 4 കൊമ്പ്, ഞാൻ താഴ്ന്നു കൊടുക്കത്തില്ല, ഞാൻ എന്തിനു താഴ്ന്നു കൊടുക്കണം, ഹീ ഈസ് റോങ്, ഐ എം റൈറ്റ്. ദാറ്റ് ഈസ് ഈഗോ. EGO, ഈഗോ എന്ന് പറയുന്ന 3 അക്ഷരം നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ, അങ്ങനെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഒന്ന് താഴ്ന്നു കൊടുത്താൽ ആ വീട്ടിലുണ്ടാകും. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഇടയിലാണെങ്കിൽ ആ വീട്ടിലുണ്ടാകുന്ന സമാധാനം, ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഹസ്ബൻഡ് ആ ദേഷ്യം കൊണ്ട് ജോലിക്ക് പോകുന്നു, ഭാര്യയും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രണ്ടുപേരും ജോലിക്ക് പോയി ഇരിക്കുന്ന സമയത്ത് അവർക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല. വീട്ടിലെ ഈ അടി കണ്ട കുഞ്ഞുങ്ങൾ, അവർക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല. ചിലപ്പോൾ ആ അടി ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം നീണ്ട് ചിലപ്പോൾ അതൊരു ഡിവോഴ്സിലേക്ക് എത്താനും അത് മതി. ഒന്ന് ഫൊർഗീവ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ, അന്നേരം ഒന്ന് താഴ്ന്നു കൊടുത്തിരുന്നെങ്കിൽ, ഇത്രയും വർഷത്തിൽ അതിനിടെ പല ആൾക്കാരും വരും, കോംപ്രമൈസ്, അത് ഇത്, പലരും അവരുടെ അഭിപ്രായം അങ്ങോട്ട് പറയുന്നു. അങ്ങനെയൊക്കെ വന്ന അവസാനം, അതായത് ചിലപ്പം ഒരു ചെറിയ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ചിലപ്പോൾ ഇന്ന് എൻ്റെ ക്ലാസ്സിൽ വരുന്നവർ, ടീച്ചറമ്മയെ ഞങ്ങളൊരു 5 വർഷം മുമ്പ് പരിചയപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങളുടെ ബന്ധം ഡിവേഴ്സായി പോവില്ലായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹബന്ധം വേർപെട്ട് പോവില്ലായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അവർക്കറിയില്ല ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പലർക്കും അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് ആരും പറഞ്ഞു കൊടുക്കാനില്ല. അങ്ങനെയൊക്കെ ആ ഒരു അറിവില്ലായ്മയിൽ നിന്നാണ് ഈ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ ആദ്യം തുടങ്ങിയപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ കുട്ടികളുടെ ടീനേഴ്സിനിടയ്ക്കുള്ള ഇഷ്യൂസ്. ഇതിനകത്ത് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത പേരൻസും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ മകൾ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ ശ്രദ്ധ കിട്ടുന്നില്ല, ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കാം, എങ്കിൽ പോലും ഇവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം എന്നറിയാത്ത പേരൻസ് ഉണ്ട്. അപ്പം അവരോട് എങ്ങനെ എന്താ ചേച്ചിക്ക്? അതായത് നമുക്ക് മെയിനായിട്ട് പേരൻസിന് ഒരു പേരൻറ്റിങ് ക്ലാസ് അറ്റൻഡ് ചെയ്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലർക്കും അറിയില്ല. നമ്മൾ പേരൻസ് ആവുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ പേരൻസിനെയാണ്. അപ്പോൾ നമ്മുടെ പേരൻസ് നമുക്ക് എന്താണ് തന്നത് അതേ മക്കൾക്ക് കൊടുക്കും. ഞാൻ നെഗറ്റീവ് ആയിരുന്ന സമയത്ത് എൻ്റെ പിള്ളേരോട് ഞാൻ ഭയങ്കര ദേഷ്യപ്പെടുന്നു, അവരെ അടിക്കുന്നു, ഉപദ്രവിക്കുന്നു. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ചോദിക്കും, ഇത്തിരി സ്നേഹത്തോടെ പെരുമാറിക്കൂടെ കൊച്ചുങ്ങളോട്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കിതാ കിട്ടിയതേ ഞാൻ കൊടുക്കും. അന്ന് എൻ്റെ വിചാരം ദാറ്റ് ഇസ് റൈറ്റ് പേരൻറ്റിങ് എന്നാണ്. അന്ന് നമുക്ക് അതിനുള്ളൊരു മനസ്സിലാക്കാനുള്ള, അമ്മയും അച്ഛനും ഒക്കെ ചെയ്ത പോലെ എനിക്ക് വീട്ടിൽ നിന്ന് അതാ കിട്ടിയിട്ടുള്ളത്, ഞാൻ കിട്ടിയതേ കൊടുക്കാം. അല്ലാതെ എനിക്ക് സ്നേഹം കിട്ടിയിട്ടുണ്ടെങ്കിലല്ലേ എനിക്കത് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് പിന്നീട് ഞാൻ ഈ പോസിറ്റിവിറ്റിയിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വളരെ റോങ് ആയിരുന്നു, എൻ്റെ അപ്രോച്ച് റോങ് ആയിരുന്നു. അങ്ങനെ ഞാൻ മനസ്സിലാക്കി പിന്നീട് ഞാൻ ആ ഒരു നല്ല പേരൻറ്റിലേക്ക് എത്തിയപ്പോഴാണ്, ഞാൻ നേരത്തെ മോളോട് പറഞ്ഞില്ലേ, മകൻ പറഞ്ഞു റോൾ മോഡലാണ്. അപ്പോൾ ഇന്ന് എത്ര മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പേരൻസ് ആണെങ്കിലും അവർക്കും ഈ പറയുന്നത് പോലെ ഒരു മികച്ച പേരൻ്റ് ആകാനായിട്ട് പറ്റും. അതിന് ആ ഒരു പേരൻറ്റിങ് എന്താണ്, ആ പേരൻറ്റിങ് സ്റ്റൈൽ, കറക്റ്റായിട്ടുള്ള പേരൻറ്റിങ് സ്റ്റൈൽ മനസ്സിലാക്കണം. പലർക്കും പല പേരൻറ്റിങ് സ്റ്റൈൽസാണ്. അപ്പോൾ അവർ ഈ പേരൻസിനെയൊക്കെ ഫോളോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരുപാട് തെറ്റായ കാര്യങ്ങളാണ്. ചെറിയൊരു തെറ്റിന് പോലും എപ്പോഴും വഴക്ക് പറയുക, മനസ്സ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്നത് അവിടെയാണ്. നമ്മൾ നമ്മുടെ മക്കളുടെ ഒരു ചങ്ക് ഫ്രണ്ടായി മാറുക. അപ്പോൾ അവരെല്ലാം തുറന്നു പറയും എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ അവർക്കൊരു അഫെയർ തോന്നിയാൽ പോലും, അമ്മ എനിക്ക് ഇന്നാളൊരു ഇഷ്ടം തോന്നി, നിന്നെ സ്കൂളിൽ പഠിക്കാൻ വിടുന്ന ഇതിനാണ് എന്ന് പറഞ്ഞ് അവരോട് പ്രശ്നത്തിന് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ ഒരു കാര്യവും നമ്മളടുത്ത് പറയത്തില്ല. അപ്പോൾ നമ്മൾ അവരെ ഒന്ന് മനസ്സിലാക്കുക, അവരുടെ കൂടെ ഒന്ന് ഇരിക്കുക, അവരെ ഒന്ന് കേൾക്കുക, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അച്ഛനും അമ്മയും കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിന്ന് കഴിഞ്ഞാൽ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല. ഇപ്പോഴും മെയിനായിട്ട് വരുന്നൊരു പ്രശ്നം, കുഞ്ഞുങ്ങളുടെ ആ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എത്താൻ പേരൻസിന് പറ്റുന്നില്ല. അപ്പം ടീനേജ് പ്രായത്തിലേക്ക് എത്തുമ്പം കുട്ടികൾ ആ ചൈൽഡ്ഹുഡിലായിരിക്കുന്ന പോലെയല്ല, ടീനേജിലേക്ക് എത്തുമ്പം ഇവരുടെ തോട്ട് പ്രോസസ്സ് മാറും. ഇവർ അത്രയും നാളും പേരൻസുമായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്ന കുട്ടികൾ ടീനേജിലേക്ക് എത്തുമ്പോൾ ഫ്രണ്ട്സുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആവും. പേരൻസിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഫ്രണ്ട്സുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്നൊരു സമയം. അപ്പം അമ്മ പറയും, ഇത്രയും ദിവസം എൻ്റെ സാരത്തുമ്പിൽ തൂങ്ങി നടന്ന കൊച്ച, ഇപ്പം ഇവന് വേണ്ട, ഇവ എന്നോട് പറയുന്നില്ല, എൻ്റെ കുട്ടിക്ക് എന്തോ സംഭവിച്ചു.
പാവം പേരൻറ്റിന് അറിയില്ല. എനിക്കും എൻ്റെ മൂത്ത കുഞ്ഞിൻ്റെ സമയത്ത് ഇതൊന്നും അറിയില്ല. പിന്നീട് ഇളയ മോനൊക്കെ ആയപ്പോഴാണ് മനസ്സിലാവും ടീനേജിലാവുമ്പം ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അവൻ ഫ്രണ്ട്സിനോട് കൂടുതൽ അടുക്കുന്ന ഒരു പ്രായമാണ്. അവിടെ നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് പേരൻറ്റിങ് ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് അതിൽ നിന്ന് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ഓരോ പേരൻസിനും ബെസ്റ്റ് വെർഷനായി മാറാൻ പറ്റും. ഓക്കെ, ചേച്ചിയുടെ മക്കൾക്ക് ചേച്ചി കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു ഉപദേശം എന്തായിരിക്കും? ഒരെണ്ണം പറയാം. കുറേ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, പറയാതെ തന്നെ ഇപ്പോൾ ചേച്ചി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട് തന്നെ അവർക്കറിയാം ഇങ്ങനെയാണ് ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അവർക്കും ഉറപ്പായിട്ടും അവരും വളർന്നു വരുന്ന നല്ല നല്ല വ്യക്തികളാണ്. പക്ഷേ എങ്കിൽ പോലും ചേച്ചിയായിട്ടൊരു അമ്മയെന്ന നിലയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ഉപദേശം എന്തായിരിക്കും? കൂടെ കൂടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, മക്കളെ മനസ്സിൽ നന്മയുള്ളവരായിരിക്കണം, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം, ഡൗൺ ടു എർത്ത് ആയിരിക്കണം. എത്ര സക്സസ് തലയ്ക്കും മീതെ വന്നാലും എന്നും നമ്മൾ അത്രയും ഡൗൺ ടു എർത്തായിട്ട് ജീവിച്ചാൽ നമുക്ക് എന്നും ഉയർച്ചയുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പാട്ട് പാടുന്ന പോലെ ഇളയ മോൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് എൻ്റെ മടിയിൽ വന്ന് കിടക്കും. അപ്പോൾ നെറ്റിയിൽ ഇങ്ങനെ തലോടി കൊടുത്തിട്ട് ഞാൻ പറയും, എൻ്റെ മക്കൾ നല്ല കുട്ടിയാണ്. കുഞ്ഞുങ്ങളോട് അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കണം. മോൻ നല്ല കുട്ടിയാണ്, എൻ്റെ മക്കൾ ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടമാണ്, മക്കൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉരുവിട്ട് നമ്മളിങ്ങനെ അവരുടെ സബ് കോൺഷ്യസിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കും. നമ്മുടെ മക്കൾക്ക് തീർച്ചയായിട്ടും ആ മാറ്റം വരും. അപ്പം അങ്ങനെയാണ് ചേച്ചിയുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് കറന്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചേച്ചിയോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. ചേച്ചിക്ക് ദേഷ്യം വരുമോ? ദേഷ്യം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അങ്ങനെ ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടും. അതായത് നമുക്ക് എല്ലാ ഇമോഷനും എല്ലാ മനുഷ്യരിലും ഉണ്ട്. നമുക്ക് ദേഷ്യം വരാറുണ്ട്, സങ്കടം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നാൽ അലറി കിടന്ന് ബഹളം വെച്ച് ആ ഒരു രീതിയിലേക്ക് പോകും. പക്ഷേ ഇപ്പം നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിലാണ്. നമ്മൾ അറിയുന്നുണ്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഞാൻ ഈ ദേഷ്യം കൂടുതൽ നേരം പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ്. അപ്പം മെല്ലെ 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 നമ്മൾ ആ ശാന്തതയിലേക്ക് എത്തും. അപ്പം നമ്മൾ മൈൻഡ്ഫുൾനെസ്സിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എന്ത് ഇമോഷനാണ് വരുന്നത്. മൈൻഡ്ഫുൾനെസ് മീൻസ് ബീയിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. ഈ നിമിഷത്തിൽ ആ ജീവിക്കാൻ നമുക്ക് അറിയാൻ പറ്റും. ചില സിറ്റുവേഷനിൽ ഇപ്പം മകൻ പറഞ്ഞില്ല ദേഷ്യം വരുമെന്ന്, ചില സമയത്ത് നമ്മൾ റെഡ് ആങ്കർ അല്ല വൈറ്റ് ആങ്കർ കാണിക്കും. വൈറ്റ് ആങ്കർ എന്ന് പറഞ്ഞാൽ ഉള്ളില്, അതായത് റെഡ് ആങ്കർ നമ്മൾ ആ ഉള്ളിൽ ആ ദേഷ്യം വെച്ചിട്ട് പുറമേ ആ ദേഷ്യം എക്സ്പ്രസ് ചെയ്യുക. വൈറ്റ് ആങ്കർ മീൻസ് പിള്ളേരോട് ഇച്ചിരി ഇടയ്ക്ക് ദേഷ്യത്തിൽ നിന്നില്ലേ പിള്ളേർ തലേ കയറിയിരുന്ന. അതായത് നമ്മൾ അവർ നോക്കുമ്പോൾ അമ്മ ഭയങ്കര സ്വീറ്റാണ്, എപ്പോഴും ചിരിച്ച് 24/7 ഹാപ്പി തുള്ളിച്ചാടി നടക്കുന്നു. മോനെ പോയിരുന്നു പടി, ആ പഠിക്കുക, മോനെ പോയി. സോ അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ഈ വൈറ്റ് ആങ്കർ വൈറ്റ് ആങ്കർ എടുക്കും. ഉള്ളിൽ ദേഷ്യം പിടിക്കാതെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പുറമെ അഭിനയിക്ക. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ അടുത്ത പേരന്റിങ് ടിപ്പ്. കണ്ടോ, ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ടിപ്പ് പറഞ്ഞു. ഓക്കെ ഓക്കെ, മനസ്സിലായി. ചേച്ചിയുടെ കൂടുതലും ആൾക്കാർ ഈ ഹൗസ് വൈഫുകൾ ഉണ്ടായിരിക്കുമല്ലോ ചേച്ചി എടുത്ത് വരുന്നത്, ഒരുപാട് പേരുണ്ടാവും. ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഹൗസ് വൈഫുകൾ ബുദ്ധിമുട്ടുന്നൊരു പ്രശ്നം എന്താണ്? മെയിനായിട്ടും അവർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പം അവർക്ക് എല്ലാ കാര്യത്തിനും ഭർത്താവിൻ്റെ മുന്നിൽ അല്ലെ മകൻ്റെ മുന്നിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടണം. എനിക്ക് അതിന് പൈസ തരും, ഇതിന് പൈസ തരും. അപ്പോൾ അങ്ങനെ കൈ നീട്ടേണ്ടി വരുന്നൊരവസ്ഥ, ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ മെയിനായിട്ടും റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. ഇപ്പോഴത്തെ കാലത്ത് മിക്കവാറും ഈ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഒരുപാട് വന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അത് ഭർത്താവിൽ നിന്ന് മാത്രമല്ല, ഭർത്താവിൻ്റെ ഫാമിലിയിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന ഇഷ്യൂസ്. അങ്ങനെയുള്ള ഒരുപാട് ട്രോമാസ് ആണ്. മെയിനായിട്ടും വീട്ടമ്മമാർ ഫിനാൻഷ്യലും ഈ റിലേഷൻഷിപ്പും ആണ് മെയിനായിട്ട് അവരിൽ കാണപ്പെടുന്നത്. ഫിനാൻഷ്യൽ ഇഷ്യൂ ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ലേ? അതായത് ഞാൻ പറയും 99.99% പ്രശ്നങ്ങളുടെയും സൊല്യൂഷനാണ് പൈസ ഉണ്ടെങ്കിൽ. പലരും പറയുന്നത് ഒരുപാട് പൈസ വേണ്ട, പൈസ ഒരുപാട് കൂടുന്നത് നല്ലതല്ല എന്ന്. പക്ഷെ പൈസ ഉണ്ടെങ്കിലുണ്ടല്ലോ മനസ്സമാധാനം ഉണ്ടാവും, റിലേഷൻഷിപ്പ് ഓക്കെ ആവും, എല്ലാത്തിനും ഉള്ളൊരു സൊല്യൂഷനാണ് മണി. എല്ലാവരും മറ്റേ മണി ഓർ ലവ് എന്ന് പറയും. അല്ല, മണി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്ന് കോമൺ ആയിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കി. ഞങ്ങൾ രണ്ടവസ്ഥയിലും ജീവിച്ചിട്ടുണ്ട്. കയ്യിൽ 5 പൈസ ഇല്ലാതെ കിടന്ന് നരകിച്ചിട്ടുള്ള സമയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിയപ്പോൾ ആൾക്കാർ തരുന്ന വില എന്താ? നമ്മുടെ BMW X7 ഓരോ ബന്ധുക്കളുടെ ഒക്കെ വീട്ടിൽ ചെന്ന് ഭയങ്കര സ്വീകരണം കാണുന്ന, പണ്ട് മൈൻഡ് ചെയ്യാതിരുന്ന മനുഷ്യർ വരെ ഇന്ന് അവരുടെ ഏറ്റവും ഫേവറേറ്റ് ഡിഷ് ഉണ്ടാക്കി തരുന്നു, ആ ഒരു റെസ്പെക്ട് തരുന്നു, വാല്യൂ തരുന്നു. പവർ ഓഫ് മണി. മനുഷ്യന് വിലയുണ്ടാകണമെങ്കിൽ കയ്യിൽ പൈസ വേണം. കയ്യിൽ പൈസ, നമ്മൾ പറയില്ല പണമില്ലാത്തവൻ പിണമെന്ന് പറഞ്ഞ പോലെ മനുഷ്യരാരും, അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. ലോകത്തിന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. പൈസ ഇല്ലാത്തവനെ കാണുന്ന കണ്ണും പൈസ ഉള്ളവനെ കാണുന്ന കണ്ണും രണ്ടും രണ്ടാണ്. അപ്പൊ ആൾക്കാർ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പൈസ ഉണ്ടാക്കണം.
നമ്മൾ പൈസ ഉണ്ടാക്കണം. തീർച്ചയായിട്ടും നമ്മളിങ്ങനെ ഞാൻ പാവപ്പെട്ടവനാണ്, എനിക്ക് പൈസ ഇല്ല എന്ന് കരയുന്നതിന് പകരം എനിക്ക് എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാം എന്ന് ചിന്തിച്ച് അതിനുള്ള വഴികൾ തെളിയും, നമുക്ക് സമ്പന്നനാകാൻ പറ്റും. ഓക്കെ ചേച്ചി, BMW മാനിഫെസ്റ്റ് ചെയ്ത് വാങ്ങിയ കാര്യമൊക്കെ ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ചേച്ചി ഇതുപോലെ നേടിയെടുത്ത മറ്റൊരു കഥ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാവോ? BMW കൂടാതെ എൻ്റെ ലൈഫിൽ ഒരു വലിയ മാനിഫെസ്റ്റേഷൻ ഓൺ ദ വേ ആണ്. നടന്നു കഴിഞ്ഞിട്ട് പറയാം. കാര്യം എന്താണെന്നറിയാമോ, എപ്പോഴും അത് നടന്നു കഴിഞ്ഞിട്ട് മക്കളെ എൻ്റെ അടുത്ത BMW കോട്ടയും വലിയ മാനിഫെസ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. താമസിയാതെ തന്നെ റിവീൽ ചെയ്യുന്നത് ഉറപ്പായിട്ടും ഉണ്ടാവട്ടെ. ഇതിന് മുന്നത്തെ ഏതെങ്കിലും ഞങ്ങളോട് ഷെയർ ചെയ്യാൻ ഒരു കഥ ഏതെങ്കിലും ഉണ്ടാവോ? മാനിഫെസ്റ്റേഷൻ്റെതാണോ? നമുക്ക് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ്റെ പെർഫെക്റ്റ് ഹെൽത്ത് ആണ്. ഞാൻ കംപ്ലീറ്റ് ബെഡ് റിട്ടൺ ആയി കിടന്ന ഒരു വ്യക്തിയാണ് 5 വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് നെർവ് കംപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യാതെ കിടന്ന് അനുഭവിച്ചിട്ടുള്ള യാതനകൾ ചില്ലറയല്ല. അപ്പം നമുക്ക് അന്ന് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടത് ആരും നമുക്ക് ഇപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് ഇന്ന് നമുക്ക് സപ്പോർട്ടുണ്ട്. അന്ന് നമുക്ക് അങ്ങനെയൊന്നും സപ്പോർട്ട് ചെയ്യാൻ പോലും ആരുമില്ലാതെ കിടന്ന് സ്ട്രഗിൾ ചെയ്തൊരു സമയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈ കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ഫേമസ് ന്യൂറോ സർജൻസിനെയും കാണിച്ച് എന്തെങ്കിലും വകുപ്പുണ്ടോ, അപ്പോൾ അവരെല്ലാവരും എൻ്റെ MRI റിപ്പോർട്ട് നോക്കിയിട്ട് ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് ഇമ്പോസിബിൾ. നിങ്ങൾ പെട്ടെന്നൊരു സർജറി ചെയ്താൽ നിങ്ങൾക്ക് ആ പെയിനിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാം, ഒരിക്കലും ഇത് ഹീലാകാൻ പോകുന്നില്ല. അവിടെയാണ് ഞാൻ മൈൻഡ് പവറിനെ കുറിച്ച് അറിയുന്നതും ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയും ഞാൻ ആ പ്രാക്ടീസുകൾ ചെയ്തു. അങ്ങനെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് പ്ലസ് മൈൻഡ് പവർ രണ്ടും കൂടെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇന്ന് ഈ ഒരു പെർഫെക്റ്റ് ഹെൽത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റും. എൻ്റെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് അല്ലേ നമുക്ക് ഏറ്റവും പ്രധാനമായി. നമ്മൾ ചുവരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ ആരോഗ്യമില്ല, നമുക്ക് കുറേ പൈസ ഉണ്ടായിട്ടോ അതുണ്ടായിട്ടോ ഇതുണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. അപ്പോൾ എനിക്കെന്നും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് എൻ്റെ പെർഫെക്റ്റ് ഹെൽത്ത് തന്നെയാണ്. ഓക്കെ ഓക്കെ. നമ്മൾ ഈ പല ആൾക്കാരും പെട്ടെന്ന് ഡൗൺ ആവുന്ന, നമ്മൾ ഒരുപാട് സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ ഡൗൺ ആവുന്ന ഒരു മൊമെന്റിലായിരിക്കും ഭയങ്കര വ്യത്യസ്ത രീതിയിലാണ് നമ്മുടെ ചിന്താഗതി പോകുന്നത്. ആ ഒരു ഭയങ്കര നാരോ മൈൻഡഡ് ആവും ആ ടൈമിൽ. ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ എന്ത് ചെയ്യണം എന്നറിയാതെ പല പല രീതിയിലൊക്കെ നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്നതൊക്കെ ആ ഒരു സമയത്താണ്. ചേച്ചി ഭയങ്കരമായി ഡൗൺ ആവുന്ന ഒരു മൊമെന്റിൽ ഭയങ്കര ഓക്കെ ആകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ആവാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം എന്താ? ഞാൻ ആദ്യം എനിക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറയും, ചേട്ടൻ ഇങ്ങനത്തെ കാര്യമുണ്ട്, എൻ്റെ അടുത്ത് വന്നിരി ചേട്ടാ. അപ്പോൾ നല്ല തിരക്കില്ല, എൻ്റെ അടുത്ത് വന്നിരി, എന്നെ ഒന്ന് കേൾക്ക്. സ്ത്രീകൾക്കറിയാം, അവരെ ഒന്ന് കേട്ടാൽ മതി. അവർക്കൊന്ന് സംസാരിച്ച് പുരുഷന്മാരങ്ങനെയല്ല, അവരധികം സംസാരിക്കില്ല. നമുക്കൊരു പ്രശ്നം വരും, ഞാൻ അതിങ്ങനെ പറഞ്ഞു തീർക്കും, ചേട്ടനോട് ഇങ്ങനെ പറയും. അപ്പോൾ ചേട്ടൻ അത് ക്ഷമയോടെ കേട്ടിട്ട് എനിക്കിങ്ങനെ പറഞ്ഞു തരും. കാര്യം നമുക്ക് എല്ലാം അറിയാമെങ്കിലും ചില സമയത്ത് നമ്മൾ ബ്ലാങ്ക് ആയി പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ ആ സമയത്ത് ചേട്ടൻ ഇത് കേട്ടിട്ട് പറയും, ഇങ്ങനെ ചിന്തിച്ചു നോക്കി, ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരിക്കും. കുറേ പുള്ളി ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ആ ഒരു പോയിന്റ് യെസ് ഞാൻ ഓക്കെ മതി ഓക്കെ ക്ലിയർ. ചിലപ്പോൾ എൻ്റെ മൂത്ത പുത്രനായിരിക്കും അല്ലെ പിള്ളേരായിരിക്കും. ചിലപ്പോൾ ചില സമയത്ത് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഇത് വരുമ്പോഴേ നമുക്കൊരു ഇത് വരും, എടാ ഇങ്ങനെ അമ്മയും ചിന്തിച്ചു നോക്കി, ഇങ്ങനെയല്ല അപ്പോഴും നമ്മൾ ഉടനെ വരും. അത് നമുക്ക് ആരുടെ ഹെൽപ്പ് എടുക്കാം. നമ്മളിപ്പോൾ ഒരു മെന്റർ ആണ് എന്ന് വിചാരിച്ച് സംസാരിക്കുക മീൻസ് നമുക്ക് സൊല്യൂഷൻ പറഞ്ഞു തരാൻ കഴിവുള്ള വ്യക്തികളോട് സംസാരിക്കണം. ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് ബൈ ബർത്ത് പോസിറ്റീവ് ആണ്. അപ്പൊ അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം, എന്ത് കാര്യം വന്നാലും എനിക്ക് കറക്റ്റ് ഗൈഡ് ചെയ്യും. നമ്മൾ നെഗറ്റീവായിട്ട് ഒന്നും അറിഞ്ഞൂടാത്ത ഒരാളോട് പോയി സംസാരിച്ചുള്ളത് കൊളാക്കി തരും. അതുകൊണ്ട് കറക്റ്റ് നമുക്ക് വൈബിലുള്ളവര്, നമ്മൾ ഭയങ്കരമായി വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത്, നല്ലൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത് ഒരു സൊല്യൂഷൻ. തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ കേൾക്കാനും നമുക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ കഴിവുള്ള ഒരു വ്യക്തിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരത് കാര്യം ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ റോങ് ആയിപ്പോൾ പേഴ്സണലി. നേരെ മറിച്ച് അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ അവരതിൻ്റെ ശരിയും തെറ്റും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യം, അപ്പം നമുക്കത് ഓക്കെ ആയിട്ട് തോന്നും. ഒരു ഹെൽപ്പ് എടുക്കുന്ന നല്ലതാണ്. ഓക്കെ. മറ്റൊരു പ്രശ്നം ടീനേജേഴ്സിൽ ഈ പറഞ്ഞ പോലെ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ഈ അൺഎംപ്ലോയ്മെന്റ് കൊണ്ടുണ്ടാവുന്ന കുത്തുവാക്കുകളും ചീത്തപ്പേരുകളും ഒക്കെ. ഇപ്പൊ ഒരുപാട് പേര് ചിലപ്പോൾ നല്ല മാർക്കോടെ ആയിരിക്കും പഠിച്ച് പാസ്സായി ഇറങ്ങുന്നത്. ഇപ്പൊ എൻ്റെ കൂടെ തന്നെ പഠിച്ചതിൽ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടാത്തതുണ്ട്. അത് അവരുടെ കഴിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മാർക്കില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, പല സാഹചര്യങ്ങളും കൊണ്ട് അവർക്ക് കിട്ടുന്നില്ല. പക്ഷെ വീട്ടിൽ നിന്ന് വരുന്ന ഒരു പ്രഷർ, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ ഒരു എന്താ പറയാ ബൈ ബർത്ത് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഡ്യൂട്ടിയാണല്ലോ, അവർ വീട് നോക്കണം, അവരിത് ചെയ്യണം. പെൺകുട്ടികൾ ചിലപ്പോൾ അത്രയും കെട്ടിച്ചു വിടാന്നുള്ള രീതിയിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ പ്രോഗ്രസീവ് തോട്ട്സ് പറയുന്നെങ്കിലും അങ്ങനെ തന്നെയാണ് കുറെ ആൾക്കാർ കാണുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ അൺഎംപ്ലോയ്മെന്റിലേക്ക് ജോലി കിട്ടാതെ വരുന്ന ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഈ ഓവർ തിങ്കിങ് ചെയ്ത് അവരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്കറിയാം. ഞാൻ എനിക്ക് പറഞ്ഞു കൊടുക്കുമെങ്കിൽ പോലും നിനക്ക് ജോലി ഉണ്ടല്ലോ എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുമ്പം നമ്മൾ പറയുന്നവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനെയുള്ളവരോട്, അതായത് അവർക്ക് എന്തുകൊണ്ടാണ് ജോലി കിട്ടാത്തതെന്ന് അവർ ആദ്യം മനസ്സിലാക്കണം. നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ
നമ്മുടെ ഫ്രീക്വൻസി അതിന് മാച്ച് ആകുന്നില്ല. ഇപ്പോൾ ഒരു ജോലി വേണം, എനിക്ക് ജോലി വേണം എന്നുള്ള നിരന്തരമായ ആഗ്രഹവും ആ ജോലി കിട്ടാൻ വേണ്ടിയുള്ള ആക്ഷൻ എടുത്തുകൊണ്ടിരുന്നാലേ ആ ജോലി കിട്ടത്തുള്ളൂ. ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടോ, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, കുറച്ച് ഇൻ്റർവ്യൂ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യും, അത് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല. നമ്മളെ തന്നെ അതായത് ഡീഗ്രേഡ് ചെയ്ത് കാണരുത്. അവനവൻ്റെ മൈൻഡ് സെറ്റാണ്. ഇപ്പോൾ ഒരു ജോലി കിട്ടിയില്ല, അടുത്തതിന് പോകണം, കിട്ടുന്നിടം വരെ അതിനുവേണ്ടി വർക്ക് ചെയ്യണം, അല്ലെ എനിക്ക് അടുത്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ സ്കൂളിൽ 7,000 രൂപ സാലറിയിൽ ഇരുന്ന ഒരു വ്യക്തിയാണ്. അവിടെ നിന്ന് ഞാൻ ചിന്തിച്ചു, ഞാൻ എൻ്റെ ജോലി നഷ്ടപ്പെട്ട സമയത്ത് പല വാതിലും മുട്ടി നോക്കി, ഒരു വാതിലും എനിക്ക് മുമ്പ് തുറന്നില്ല. ഞാൻ തീരുമാനിച്ചു, എന്തുകൊണ്ട് എനിക്ക് അടുത്ത വാട്ട്സ് നെക്സ്റ്റ്, ഇനി എന്തെനിക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളൊരു സംരംഭകയിലേക്ക് എത്തി. ഇന്ന് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭകയായി മാറി, എത്ര പേർക്ക്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള കാര്യം എന്താ, നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റി. അപ്പോൾ പേരൻസ് ഒക്കെ ഈ പറയുന്നു, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നൊക്കെ ജോലിയായില്ല ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിനെ നെഗറ്റീവായിട്ട് എടുക്കാതെ അത് നമുക്ക് വളരാനുള്ള വളക്കൂറായിട്ടുള്ള മണ്ണായിട്ട് എടുക്കണം. അവരത് പറയുന്നെങ്കിൽ ആ പറയുന്നവരുടെയൊക്കെ മുമ്പിൽ ഇത്രയും പെട്ടെന്ന് ജോലി മേടിച്ച് കാണിക്കണം എന്നുള്ള അതാണ് പോസിറ്റീവ് തിങ്കിങ്. ലൈഫിലെല്ലാം നല്ലത് വരുമെന്നല്ല, എന്ത് വന്നാലും അതിൽ നല്ലതിനെ കാണുക. അപ്പോൾ അച്ഛനും അമ്മയും സ്വാഭാവികമായിട്ട്, നമ്മളും പേരൻസ് ആണെങ്കിൽ പറയത്തില്ല എന്തെങ്കിലും, അതൊക്കെ ഉണ്ടാവും. അതിലേക്കൊന്നും നോക്കാതെ നമുക്കൊരു ജോലി ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ അതിതീവ്രമായിട്ടൊരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കൂലേ. അപ്പോൾ അവർക്ക് അതിലേക്ക് എത്താൻ പറ്റുന്നില്ല എങ്കിൽ അവരുടെ ഫ്രീക്വൻസി തലം വളരെ ലോ ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ ചിന്തകൾ എപ്പോഴും നെഗറ്റീവാ. ഈ നെഗറ്റീവ് തോട്ടിൽ നിൽക്കുന്നവരുടെ ഫ്രീക്വൻസി ലോ ആയതുകൊണ്ട് ഇവർ ആ ജോലിയിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഇവരുടെ ഫ്രീക്വൻസി ഹൈ ആക്കാതെ പോസിറ്റീവ് തോട്ടിലേക്ക് എത്തി അവരുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആക്കി കഴിയുമ്പോഴേ അവർക്ക് അതിലേക്ക് കറക്റ്റായിട്ട് ആ ജോലിയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ഇപ്പം മോൻ പറഞ്ഞു ചേച്ചിയാണ് മോൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞു. ചേച്ചിയുടെ റോൾ മോഡൽ ആരാ? അറ്റ് പ്രസന്റ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ റോൾ തന്നെയാണ് എൻ്റെ റോൾ മോഡൽ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലരുടെയും ചില ആറ്റിറ്റ്യൂഡൊക്കെ എനിക്ക് കാണുമ്പോൾ അവർക്ക് ഇഷ്ടം തോന്നും. പക്ഷെ ചില ആറ്റിറ്റ്യൂഡ് ആംഗിളിൽ എൻ്റെ ഓരോ വ്യക്തികളുടെയും നല്ല സ്വഭാവങ്ങൾ, ചില ഓൺട്രപ്രണേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളെ കാണുമ്പോൾ ഇവരുടെ ഈ ആറ്റിറ്റ്യൂഡ് കൊള്ളാം എന്ന് തോന്നാറുണ്ട്. പിന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന കുറേ സ്പിരിച്വൽ ലീഡേഴ്സ്. അപ്പോൾ അവരുടെയൊക്കെ ലൈഫ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫുമായിട്ട് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ എനിക്ക് കുറേ പേരെ ഇഷ്ടമാണ്. പക്ഷെ അറ്റ് പ്രസന്റ് ഐ ഡോണ്ട് ഹാവ് എ റോൾ മോഡൽ. ഒരൊറ്റ ആളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് നല്ല ക്വാളിറ്റീസ് നമ്മൾ, നല്ലൊരു കാര്യമാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ അതിൽ നമ്മൾ കുറച്ച് സംസാരിച്ചെങ്കിൽ പോലും ഒരുപാട് ആളുകൾക്ക് വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവില്ല. ഇപ്പൊ ഈ ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പൊ വിഷൻ ബോർഡ് ചെയ്യുന്നത് ഇപ്പൊ എല്ലാവരും, എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും ഈ മാനിഫെസ്റ്റേഷനും കണക്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അതായത് വിഷൻ ബോർഡ് വെക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പം മോളെ സംബന്ധിച്ചിടത്തോളം മോൾക്ക് 2026 എന്തൊക്കെ വേണം, മോളുടെ ഹെൽത്ത് എങ്ങനെയായിരിക്കണം, റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും, മോൾക്ക് ട്രാവൽ ഗോൾസ് ഉണ്ട്, ഏതൊക്കെ ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം, ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ട് എല്ലാ ദിവസവും ഈ വിഷൻ ബോർഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റി ഉണ്ട് ഗോൾസിന്. നേരെ മറിച്ച് മനസ്സിൽ എന്തൊക്കെയോ ചെയ്യണം, പക്ഷെ ഒരു ക്ലാരിറ്റി ഇല്ല. ഇത് ഡെയിലി കാണുകയാണ്. അപ്പം നമ്മുടെ ഉപബോധ മനസ്സിന് നമ്മൾ മെസ്സേജ് കൊടുക്കുക, നമ്മുടെ ലൈഫ് എങ്ങനെയാകണം, എനിക്ക് എന്തൊക്കെ വേണം. അപ്പം അത് കാണുമ്പോൾ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തോന്നും. ഇത് ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ ചുമ്മാ ഇരിക്കത്തില്ല. ശരിക്കും നേടിയില്ലല്ലോ എന്ന് തോന്നുന്നു, അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യും. ഞാനും ഇതുപോലെ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യും ആദ്യ കാലങ്ങളിൽ വിഷൻ ബോർഡൊക്കെ. പക്ഷെ ഇപ്പോൾ എനിക്ക് വിഷൻ ബോർഡിൻ്റെ പോലും ആവശ്യമില്ല. കാര്യം എന്നറിയാം, നമ്മളൊരു പരിധി കടന്ന ജസ്റ്റ് ചിന്തിച്ച് വിടുന്ന കാര്യം പോലും നാളെ ലൈഫിൽ വരികയാണ്. അതുകൊണ്ട് ഇപ്പം ഞാനങ്ങനെ തോട്ട്സിൽ തന്നെ വളരെ ശ്രദ്ധയാണ്. നമ്മളെപ്പോഴും പോസിറ്റീവായിരിക്കുന്നത് കൊണ്ട് നമ്മൾ ആ മനസ്സിൽ ജസ്റ്റ് ഒന്ന് ആഗ്രഹിച്ചാൽ പോലും അത് നമുക്ക് നടന്നു കിട്ടും. ലാലേട്ടൻ ഈ ഇടയ്ക്ക് ഏതൊരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കും. ശരിക്കും എൻ്റെ കേസിലും എനിക്ക് അതുപോലെയാണ് തോന്നാറ്. നമ്മൾ ഒരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ച് എങ്ങനെയാണെന്ന് അറിയത്തില്ല, അതെല്ലാം നമ്മളിലേക്ക് വന്ന് അത് അത്രയും ലെവലിലേക്ക് നമ്മൾ എത്തുമ്പോൾ പിന്നെ മാനിഫെസ്റ്റേഷനൊക്കെ വളരെ പിള്ളേരുകളിയായി മാറും. പക്ഷെ എങ്കിലും നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് നമുക്ക് ഈ ലെവലിൽ എത്താൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണത്. അത് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യട്ടെ. നമ്മളിപ്പം ചേച്ചിയുടെ ക്ലാസ്സിനെ പറ്റിയിട്ടും പോസിറ്റിവിറ്റിയെ പറ്റിയും എല്ലാം നമ്മൾ സംസാരിച്ചു. ഇതിനൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ട് പേഴ്സണൽ ലൈഫിനെ പറ്റി സംസാരിക്കാം. എങ്ങനെയായിരുന്നു ചേച്ചിയുടെ കോളേജും അങ്ങനെ ഈ പറയുന്ന ഒരുപാട് സംസാരിക്കുന്ന നല്ല പവർഫുൾ ആയിട്ട് സംസാരിക്കുന്ന സുജാർ മോഹൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ എന്തൊക്കെ കഴിവുകളുള്ളത്? ഡാൻസ്, പാട്ട്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഡാൻസ് ഒക്കെ കളിക്കാറുണ്ട്. പക്ഷെ ഡാൻസിങ് സ്കില്ലൊന്നുമില്ല. എനിക്കുള്ള സ്കിൽ ഇതാണ്, ഈ നാക്കിന്റെ പച്ച. ചേച്ചി കോളേജിലും സ്കൂളിലും ഒക്കെ ഇങ്ങനെ മോണോ ആക്ട് അല്ലെങ്കിൽ കഥാപ്രസംഗം അങ്ങനെയൊക്കെ സംസാരിക്കും. അതായത് എനിക്ക് ചെറുപ്പം മുതലേ ഐ വോണ്ട് ടു ഡു സംതിങ് ഡിഫറെന്റ്. എനിക്ക് എന്തൊക്കെയോ ആകണം, പക്ഷെ എനിക്ക് ആകാൻ പറ്റുമായിരുന്നില്ല. കാര്യം എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെ തലത്തട്ടായിരുന്നു ഞാൻ. എന്നെ കാണാൻ കൊള്ളൂല, എനിക്ക് നല്ല ഹൈറ്റ് ആണ്. ചേച്ചിക്ക് എന്താ കുഴപ്പം? പണ്ടത്തെ ചിന്ത, എനിക്ക് നല്ല ഹൈറ്റ് ആണ്, അപ്പോൾ ഇത്രയും ഹൈറ്റുള്ള എന്നെ ആൾക്കാർ അങ്ങനെ പറയൂ. ഇങ്ങനെ പിള്ളേരല്ലേ, ടീനേജ് പ്രായത്തിലുള്ള നമ്മുടെ കുറേയധികം ചിന്തകൾ. അപ്പോൾ ആ ഒരു ചിന്തകൾ ഇങ്ങനെ കൊണ്ട് നടന്നത് കൊണ്ട് തന്നെ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഒരു സഭാകമ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ
സ്വപ്നങ്ങളൊന്നും എനിക്ക് നേടാൻ പറ്റിയില്ല. ആ സമയത്തൊന്നും എനിക്ക് ഒന്നിലും ശോഭിക്കാൻ പറ്റില്ല. ഞാൻ ഇൻട്രോവേർട്ട് പോലെയായിരുന്നു. ഇൻട്രോവേർട്ട് അല്ല, ബൈ ബർത്ത് ഞാൻ എക്സ്ട്രോവേർട്ട് ആണ്. പക്ഷെ ഞാൻ തന്നെ ഒരു ഷെല്ലിനുള്ളിലേക്ക് കയറിയിരുന്നു. കാരണം എനിക്കിങ്ങനെ വീട്ടിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ, ഞാൻ പറയില്ല, സ്നേഹം കിട്ടാത്തൊരവസ്ഥ, എപ്പോഴും ഇങ്ങനെ ഇവളിങ്ങനെ അങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ, കമ്പാരിസൺ രണ്ട് മക്കളും തമ്മിൽ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കേട്ട് വളർന്നത് കൊണ്ട് തന്നെ എവിടേക്കോ പറക്കണമെന്ന് ആഗ്രഹിച്ച ചിറകുകൾ ചെറുപ്പത്തിലേ തന്നെ അതങ്ങ് മുറിച്ചിട്ട പോലെ അങ്ങനെ അങ്ങ് ആയിപ്പോയി. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പം എനിക്ക് ആഗ്രഹങ്ങൾ ഉള്ളിലുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പിന്നീടാണ് ഈ പോസിറ്റിവിറ്റിയിലേക്ക് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഡസൻ മാറ്റർ. ഇതിനെയൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ട് മനസ്സെന്ന് പറയുന്ന ആ ശക്തിയെ കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ല, ഏതറ്റം വരെയും പോവാം. അപ്പോഴാണ് ഞാൻ തേടിക്കൊണ്ടിരുന്നത് ഇതിനെയാണല്ലോ എന്നെനിക്ക് മനസ്സിലായത്. ഇതാണല്ലോ എൻ്റെ സ്കില്ല്. കിട്ടിക്കഴിഞ്ഞു പറയില്ലേ, പിന്നെ ഇപ്പൊ നമ്മൾ അതിനകത്ത് അടിപൊളിയാണ്. ഇപ്പൊ നമ്മുടെ മേളിലോട്ട് ആരെയും നമ്മൾ വരൂല, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ കോൺവെർസേഷൻ എൻഡ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു മെജോറിറ്റി പോർഷൻ നമ്മൾ സംസാരിച്ചൊരു വ്യക്തി അടുത്തിരിപ്പുണ്ട്. അപ്പൊ ചേച്ചിയുടെ ഹസ്ബൻഡ്. അപ്പം ചേട്ടൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയും കൂടെ പറഞ്ഞ് നമുക്ക് എൻഡ് ചെയ്യാം. ചേട്ടൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ബർത്ത് ഒരു പോസിറ്റീവ് പേഴ്സൺ ആണ്. ഭയങ്കര ലവിങ് കെയറിങ് ആയിട്ടുള്ള, അതായത് നല്ലൊരു മകനാണ്, നല്ലൊരു സഹോദരനാണ്, നല്ലൊരു അച്ഛനാണ്, നല്ലൊരു ഭർത്താവാണ്. ഏത് മേഖലയിലെടുത്താലും ഞാൻ 100-ൽ 110 മാർക്ക് കൊടുക്കും. ഒരു ക്വാളിറ്റി അല്ല, മൊത്തം ഞാൻ ഇരുന്ന് ഹസ്ബൻഡ് ആയതുകൊണ്ട് പൊക്കി പറയുന്നതല്ല മക്കളെ. ഞാൻ ഈ വീഡിയോ കാണുന്നവരുടെ ഞാൻ പറയണം, നിങ്ങൾ പുള്ളിയിൽ ഒരു നെഗറ്റീവ് ക്വാളിറ്റി കണ്ടുപിടിച്ചിറങ്ങി ഞാൻ സമ്മാനം തരാം. അത് കാര്യം നമുക്കൊരാളായിട്ട് ഇത്രയും വർഷത്തെ ഇത് അതിന് മുന്നേ തന്നെയുള്ള ഒരാളുടെ ജീവിതം നോക്കുമ്പം ആരും പുള്ളിയുടെ ബന്ധുക്കളോ പുള്ളി അറിയാവുന്ന ആരും അനിൽ സാർ ഇങ്ങനെയാണ് എന്നാരും പറയുന്നില്ല. പുള്ളി അങ്ങനെ ബൈ ബർത്ത് ഒരു പോസിറ്റീവ് ജെന്യുവൻ ആയിട്ടുള്ള ഒരു നല്ല മനുഷ്യനാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ചേച്ചിക്കും ചേച്ചി നിങ്ങളുടെ രണ്ടുപേരും മക്കൾക്കും എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അമ്മയും അച്ഛനും ഫുൾ പോസിറ്റീവ് അല്ലേ? ഓക്കെ, എന്തായാലും എനിക്കും ഒരുപാട് സന്തോഷം. നല്ലൊരു കോൺവെർസേഷൻ തന്നെയായിരുന്നു. ഈ പറഞ്ഞ പോലെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ ചോദിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ഒരു ഏജ് കാറ്റഗറിയിലുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ വിഷമിക്കുന്നതിനൊക്കെ ഉള്ള ഒരു നെഗറ്റീവ് തോട്ട് മാറുക. അപ്പം എനിക്കും ഈ 2026 ഭയങ്കര പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. ഈ വർഷം എനിക്ക് നല്ല നല്ല കുറെ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും വാട്ട് എവർ യു തിങ്ക് യു വിൽ അട്രാക്ട്, അതുപോലെ തന്നെ നടക്കും. നിരന്തരം ഇന്റർവ്യൂസ് ചെയ്യുന്നതും സൂപ്പർ ഹിറ്റ് ആവും നമ്മുടെ വീഡിയോസ് എല്ലാം നല്ല രീതിയിൽ റീച്ച് ആവുന്നതൊക്കെ മനസ്സിലെപ്പോഴും ചിന്തിച്ചാൽ അതിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഉറപ്പായിട്ടും സന്തോഷം. അതങ്ങനെ തന്നെ നടക്കട്ടെ. എന്തായാലും ചേച്ചി ഇപ്പൊ ഈ പറഞ്ഞ പോലെ വലിയൊരു മാനിഫെസ്റ്റേഷൻ വരാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് കാണാൻ ഞാനും വെയിറ്റ് ചെയ്യാണ്. ഉറപ്പായിട്ടും നമ്മുടെ ഇന്റർവ്യൂ കാണുന്ന ഓഡിയൻസും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അതിലും വലിയ ഒരുപാട് ആഗ്രഹങ്ങൾ ചേച്ചിയുടെ സാധിക്കാൻ പറ്റട്ടെ. ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകളുടെ ജീവിതം ഇനിയും ചേച്ചിക്ക് മാറ്റി മറിക്കാൻ സാധിക്കട്ടെ. താങ്ക്സ് ഫോർ ജോയിനിങ് ചേച്ചി. താങ്ക് യു.